പ്പിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ തന്നെ ആദ്യം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് നാം ദുആ ചെയ്തു. അവസാനം ഒരു വിസ തരപ്പെട്ട് ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയി സാമ്പത്തികമായ ശേഷി വന്നാൽ പിന്നെ റബ്ബിനെതിരെ നാം പ്രവർത്തിക്കുന്ന സ്വഭാവമാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. പിന്നെ പലിശയുടെയും അതുപോലെ തോന്നിവാസങ്ങളുടെയും ആളുകളായി മാറുകയാണ്. അല്ലാഹുവോട് മുമ്പ് ദുആ ചെയ്ത് ദാരിദ്ര്യം നീക്കി ഞാൻ ഗൾഫിലേക്ക് വിസ കിട്ടി, എനിക്ക് നല്ല ജോലിയും കിട്ടി, ആ ജോലിക്ക് നല്ല ശമ്പളവും കിട്ടി, ആ ശമ്പളം ബാക്കി വെക്കാൻ പറ്റി, ഇതിന്റെ റഹ്മാൻ നടക്കാൻ കഴിയുന്നില്ല. സാമ്പത്തിക ശേഷി വന്നപ്പോൾ റബ്ബിനെ മറക്കുന്നവസ്ഥ. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു പോയത്, അൽമാലു റഅ്സു കുല്ലി ഖതിയ, സമ്പത്താണ് എല്ലാ തിന്മയുടെയും തലവെന്ന് ഹബീബായ റസൂലുള്ളാഹ്. സാമ്പത്തിക ശേഷി വന്നതല്ലേ ഇന്ന് നമ്മളൊക്കെ പിഴച്ചു പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ നശിച്ചു പോകാൻ ഹേതുവെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി വളരെ ഉന്നതികൾ വന്നപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം പിന്നീട് ഖാറൂൻ മൂസാ നബിക്കെതിരായി അവന്റെ ദുആക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അവനെയും അവന്റെ കൊട്ടാരത്തെയും പടച്ചവൻ ഭൂമിയിലേക്ക് പിടിച്ചാഴ്ത്തുകയാണ്. ഖാറൂൻ ഭൂമിയുടെ അടിയിലേക്ക് ആണ്ടാണ്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ മേൽ കൈ ചൂണ്ടുകയാണ്. കൈ കാണിച്ചുകൊണ്ട് പറയുന്നു, മൂസാ, നിങ്ങൾ പഴയ ബന്ധുക്കളല്ലേ, നിങ്ങൾ കൂട്ടുകാരല്ലേ, ഒന്ന് കൈപിടിക്കും മൂസ, ഒന്ന് രക്ഷിക്കും മൂസ എന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ടെങ്കിലും മൂസാ നബിയുടെ മനസ്സ് കനിഞ്ഞില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ താഴ്ത്തിയെങ്കിൽ പിന്നീട് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ, ആ ഖാറൂൻ ഭൂമിയിലെ കണ്ടുപോകുമ്പോൾ നിന്നെ ഒരുപാട് വിളിച്ചല്ലോ, കൈപിടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടല്ലോ, നിങ്ങളോട് ഒരുപാട് കെഞ്ചിയല്ലോ, എന്നാൽ നിന്റെ മനസ്സ് കഴിഞ്ഞില്ല, നീ അവനെ സഹായിച്ചില്ല. എന്നോടവൻ കെഞ്ചിയിരുന്നെങ്കിൽ, എന്നോടവൻ പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ കൈ ഞാൻ പിടിക്കുമായിരുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ. നമ്മൾ ആലോചിക്കണം, തെറ്റുകൾ ചെയ്താൽ ഒരുപക്ഷെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടാൽ നമുക്ക് പിന്നെ ക്ഷമിക്കാനാവൂല. റബ്ബ് അങ്ങനെയല്ല. എത്രയൊക്കെ തെറ്റുകൾ ചെയ്തു പോയാലും, എന്തൊക്കെ അബദ്ധങ്ങൾ ചെയ്തു കഴിഞ്ഞാലും റബ്ബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് മനസ്സ് വേദനിച്ച് പ്രയാസപ്പെട്ട കണ്ണീരായി പറഞ്ഞാൽ റബ്ബ് സ്വീകരിക്കും. മൂസാ നബിയോട് പറയാണ്, മൂസ, നിന്നെ വിളിച്ച ആ നേരത്ത് ഖാറൂൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അവൻ രക്ഷിക്കുമായിരുന്നവന്റെ കൈ ഞാൻ പിടിക്കുമായിരുന്നുവെന്ന് ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബ് പറയുന്നുവെങ്കിൽ അതാണ് റബ്ബിന് നമ്മളുമായുള്ള ബന്ധം. എത്രയൊക്കെ പാപങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ അകന്നകന്ന് പോയാലും റബ്ബ് നമ്മെ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം വിലക്കപ്പെട്ട കനിഭക്ഷന്റെ പേരിൽ സ്വർഗത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നുവെങ്കിൽ ആ മൂസാ നബി ആദം നബിയുടെ തൗബ സ്വീകരിച്ച മാസം മുഹറം മാസമാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു നല്ല തീരുമാനമെടുക്കാൻ, ഒരു നല്ല തീരുമാനമെടുത്ത് പിരിയാനായിരിക്കണം നമ്മളിവിടെ സമ്മേളിച്ചത്. ഒരുപാട് അബദ്ധങ്ങൾ വന്നിരിക്കാം, ഒരുപാട് തെറ്റുകൾ വന്നിരിക്കാം, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയിരിക്കാം. എല്ലാം റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ചും ഈ മഹാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, മഹാന്റെ ഹദത്തിൽ നാം ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്തും തിരിച്ചു പോകാൻ കഴിയണം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് അങ്ങനെയാണ്. റബ്ബിനോട് പറഞ്ഞാൽ അവൻ സ്വീകരിക്കാൻ തയ്യാറാണ് എപ്പോഴും. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പറയുന്നുണ്ട്, യൂനുസ് നബിയുടെ പ്രാർത്ഥന പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട അയ്യൂബ് നബിയുടെ പ്രാർത്ഥന പറയുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത് റബ്ബിനോട് വാങ്ങിയില്ലേ പ്രിയപ്പെട്ട ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. വലിയ സാമ്പത്തിക ആളായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു ഇബ്രാഹിം നബി. മലക്കുകൾ പോലും ഒരിക്കൽ ചോദിച്ചില്ലേ റബ്ബിനോട്, അല്ലാഹുവേ, നീ നിന്റെ ഖലീലായി പ്രഖ്യാപിച്ചല്ലോ ഇബ്രാഹിമിനെ എങ്ങനെ ഖലീലാക്കാനാണ്? അവനക്ക് ഒരുപാട് സ്വത്തുണ്ടല്ലോ, ഒരുപാട് സമ്പത്തുണ്ടല്ലോ, അവനക്ക് ദുനിയാവിന്റെ കാര്യം നിന്നെ എമ്പാട് നോക്കാനുണ്ടല്ലോ, പിന്നെ നീ എങ്ങനെയാണ് അവനെ ഖലീലാക്കുക
എങ്ങനെ നീ പെണ്ണാളിയാക്കും? റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ, നിങ്ങൾക്ക് പരീക്ഷിക്കാം, ഇബ്രാഹിമിനെ പരീക്ഷിക്കാം. ഇബ്രാഹിമിന് സ്വത്ത് വിഷയമല്ല, ഇബ്രാഹിമിന് ഒന്നും വിഷയമല്ല, ഇബ്രാഹിമിന് പ്രശ്നം ഞാനാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മലായികത്തുൽ കിറാമിനോട് പറയുന്നു. പിറ്റേന്ന് പരീക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിമിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. വലിയ സമ്പന്നനാണ്. തഫ്സീറിന്റെ കിതാബുകൾ കാണാം, ഇബ്രാഹിം നബിയുടെ ആടുകളെ മേക്കാൻ വേണ്ടി കൂടെ പോയിരുന്ന നായകളുടെ കഴുത്തിൽ പോലും സ്വർണ്ണച്ചെയിനുകൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബിയുടെ പെൺമക്കളെ കഴുത്ത്, അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കളെ കഴുത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നല്ല, നായയുടെ കഴുത്തിൽ പോലും സ്വർണ്ണച്ചെയിനുകൾ ഉണ്ടായിരുന്നു. അത്ര വലിയ സമ്പന്നനായിരുന്നു ഖലീലുല്ലാഹ് ഇബ്രാഹിം. അപ്പോഴാ മലക്കുകൾ ചോദിച്ചതല്ല, റബ്ബേ, എങ്ങനെ ഇബ്രാഹിമിനെ ഖലീലാക്കുക? ഇബ്രാഹിമിന് ദുനിയാവിന്റെ കാര്യം തന്നെ എമ്പാടും നോക്കാനുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഖലീലാക്കാൻ? അല്ലാഹ് പറഞ്ഞു, പരീക്ഷിച്ചോ, വേണമെങ്കിൽ പിറ്റേന്ന് പരീക്ഷിക്കാൻ വേണ്ടി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ഒരു യാചക രൂപത്തിൽ ചെല്ലുകയാണ്, ഫഖീറിന്റെ കോലത്തിൽ ചെല്ലുകയാണ്. ഇബ്രാഹിം നബിയുടെ മുമ്പിലേക്ക് ചെന്ന് ഒരു ഫഖീറായി അഭിനയിച്ചുകൊണ്ട് ജിബ്രീൽ ചോദിക്കുന്നു, ഞാനൊരു പാവപ്പെട്ടയാളാണ്, എന്നെ ഒന്ന് സഹായിക്കണം. സമ്പന്നനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാചിച്ചുകൊണ്ട് വന്ന ഫഖീറിനോട് പറഞ്ഞു, ഒരു ദിക്ർ ചൊല്ലണം, നിന്നെ ഞാൻ സഹായിക്കാം. ദിക്ർ ചൊല്ലി, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഈ ദിക്ർ ചൊല്ലിയപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, ആ കാണുന്ന താഴ്വാരം മുഴുവൻ കാണുന്ന ആടുകളില്ലേ, ആടുകൾ മുഴുവനും എന്റേതാണ്. ആടുകളിൽ നിന്ന് 1/3 നിനക്ക് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു, നീ എടുത്തോ. ഇത് കേട്ടപ്പോ ഫഖീറായി വന്നാൽ പിന്നെയും പറഞ്ഞു, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. രണ്ടാമതും പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ആടുകളിൽ നിന്ന് 2/3 നീ എടുത്തോ, നിനക്ക് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. മൂന്നാമതും ആ പാവപ്പെട്ടവൻ പറഞ്ഞു, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. മൂന്നാമതും പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുതലാളിയാകുന്ന ഇബ്രാഹിം പറയുന്നു, ആടുകളെ മുഴുവൻ നീ കൊണ്ടുപോയിക്കോ, എല്ലാം നിനക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. ആടുകളെ മാത്രമല്ല, ആടുകളെ വിൽക്കാൻ കൊണ്ടുപോകുന്ന നായകളെ എന്നെ കൊണ്ടുപോയിക്കോ, നിനക്ക് ദാനമാണ്. നാലാമതും അദ്ദേഹം പറഞ്ഞു, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. നാലാമതും ആവർ പറഞ്ഞപ്പോൾ പിന്നെ കൊടുക്കാൻ ഇബ്രാഹിമിയുടെ കയ്യിലൊന്നുമില്ല, സമ്പത്ത് മുഴുവനും തീർന്നിരിക്കുന്നു, ആടുകളാണ് സമ്പത്ത്, എല്ലാം തീർന്നിരിക്കുന്നു. ഇബ്രാഹിം പറഞ്ഞതത്രേ, ആ യാചകനോട് പറയുന്നു, യാചകനാരാമ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ പറയുകയാണ്, അനഉഖിറുലക ബിൽദിഖി, ഇനി നൽകാനൊന്നുമില്ല, എനിക്ക് എന്നെ സഹായിക്കാൻ കയ്യിൽ പണമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് അടിമവേല ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ അടിമയായി സേവനം ചെയ്യാമെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇതുകൂടി പറഞ്ഞപ്പോ ജിബ്രീലിന് ബോധ്യമായി, മലക്കുകൾ ബോധ്യമായി. ബഹുമാനപ്പെട്ട ജിബ്രീൽ പറഞ്ഞതത്രേ, ഇത് പരീക്ഷണമായിരുന്നു, ഇത് പരീക്ഷയായിരുന്നു, വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും എടുക്കാതെ പോകുമ്പോ ഇബ്രാഹിമിന് പറഞ്ഞതത്രേ, ഇല്ല ഇല്ല, നൽകിയതെന്ന് തിരിച്ചു വാങ്ങുന്ന പ്രശ്നമില്ല, തന്നത് തന്നെ തിരിച്ചു വാങ്ങുന്ന പ്രശ്നമില്ല. അല്ലാഹുവിന്റെ വഹി വന്നു, ഇബ്രാഹിം ഇത് പരീക്ഷണമായിരുന്നു, ഇത് പരീക്ഷയായിരുന്നു, വിജയിച്ചിരിക്കുന്നു ഇബ്രാഹിം. അതുകൊണ്ട് കൊടുത്ത പണം ഇനി തിരിച്ചു വാങ്ങണ്ട, ആടുകളെ നീ വിൽക്കണം. ആ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നീ ഒരു തോട്ടം വാങ്ങണം. ആ തോട്ടം അല്ലാഹുവിന് വേണ്ടി വഖഫ് ചെയ്യണമെന്ന് റബ്ബിന്റെ വഹി വന്നു. അതുപോലെ ചെയ്തു ഖലീലുല്ലാഹി ഇബ്രാഹിം. പിതർ ബോലാ കെ ബേട്ടാ ആജ് मैंने ख्वाब देखा है, पितर बोला के बेटा आज मैंने ख्वाब देखा है. പിതാവ് ഒന്നുകൊണ്ട് പ്രിയപ്പെട്ട മകൻ, കൊച്ചുമകൻ, 2 വയസ്സുള്ള മകനോട് ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞില്ല, മോനെ, അറുക്കുന്നതായി ഞാൻ കാണുന്നുവെന്ന്, സ്വപ്നം കാണുന്നുവെന്ന്. ചെയ്യാൻ സമ്മതിക്കുന്ന പ്രിയപ്പെട്ട മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം
എന്തിനാ ഇത്തരമൊരു പരീക്ഷണം? ലോകത്തെ പഠിപ്പിക്കാനാണ്. ഇബ്രാഹിമിനെ പ്രാർത്ഥിച്ചു കിട്ടിയ മോനാണെങ്കിലും ഇസ്മായിലാണെങ്കിലും എത്ര വലിയ സമ്പത്തിന്റെ ഉടമയാണെങ്കിലും സമ്പത്ത് ഇബ്രാഹിമിന് പ്രശ്നമല്ല, മക്കളെ റബ്ബിന് പ്രശ്നം ഇബ്രാഹിമിന് പ്രശ്നമല്ല. ഇബ്രാഹിമിന് വിഷയം അല്ലാഹുവാണ്, റബ്ബിന്റെ കൽപ്പനയാണെന്ന് പഠിപ്പിക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ നാം മനസ്സിലാക്കണം, ആ ഇബ്രാഹിമിന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ അല്ലാഹു ഉത്തരം കൊടുത്തു. മാത്രമോ പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞിട്ട് ഹാജിമാരും ഹജ്ജുമ്മമാരും മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കായ ഹജ്ജാജിമാർ പരിശുദ്ധ ഭൂമിയിൽ സമ്മേളിച്ചുകൊണ്ട് റബ്ബിനോട് സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ഹജ്ജ് നിർവഹിച്ചു തിരിച്ചു വരുന്നുവെങ്കിൽ ആ പരിശുദ്ധമാക്കപ്പെട്ട മക്കയുടെ പഴയസ്ഥിതി എന്താണ്? മാത്രമല്ല ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ, മക്കയുടെ ഒരുപാട് സംഭവങ്ങൾ പരിശോധിച്ചാൽ അതിനെല്ലാമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാ? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും പ്രിയപ്പെട്ട കുടുംബവുമാണ്. ഹജ്ജിന്റെ അമാലുകൾ, പരിശുദ്ധമാക്കപ്പെട്ട കാബയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മഖാം ഇബ്രാഹിം, എല്ലാം വേറെ സംസം പരിശുദ്ധമാകപ്പെട്ട മിന, എല്ലാം ഇബ്രാഹിം നബിയും കുടുംബവുമായി ബന്ധപ്പെട്ടതെന്നാണെങ്കിൽ ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളിലെ വഇദ് ഖാല ഇബ്രാഹിം റബ്ബ് ഇജ്അൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ قال ومن كفر فيمتعه قليلا ثم أضطره إلى عذاب النار ولبئس المصير. ഇബ്രാഹിം നബിയുടെ ദുആയാണ്. പരിശുദ്ധ മക്കയിൽ കിട്ടാത്ത ഒന്നുമില്ല. ലോക മാർക്കറ്റിൽ ലഭിക്കുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട മക്കത്ത് കാണാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാ, പടച്ചവനെ റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിൽ ഒരു നിർഭയത്വം നിറഞ്ഞ സുരക്ഷിത നാടാക്കി മാറ്റണേ അല്ലാഹ്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ നാട്ടുകാർക്ക് എല്ലാ പഴങ്ങളെയും കൊടുക്കണമേ. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആ നിഅമത്ത് നിലനിൽക്കാൻ വേണ്ടി ഇബ്രാഹിം നബി പറഞ്ഞ കണ്ടീഷൻ എന്താ? മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലുള്ള വിശ്വാസമുള്ളവർക്ക് ഈ എല്ലാ പടങ്ങളെയും കൊടുക്കണമല്ല. ഇന്നലെ ഒരു പക്ഷേ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരിക്കാം, റബ്ബിന്റെ ഒരുപാട് പരീക്ഷണങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂമിക്കുലുക്കങ്ങൾ, ഭൂഷണങ്ങൾ, ഭൂമി അന്ധതകൾ എല്ലാം ഉണ്ടാകുമ്പോൾ ഇതിന്റെ എല്ലാം ഹേതുവെന്താണ്? ഹേതു ഒന്ന് മാത്രമാണ്, ഈമാനില്ല. ഈമാൻ കുറഞ്ഞുപോയി. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും എല്ലായിടങ്ങളിലും കുഴപ്പമായി ഫസാദായി മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളെ കൊണ്ട്. അതേ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്നാൽ വലൗ അന്നഹുൽ ഖുർആനു വത്തഖൂ, മമ്പുറം നിവാസികൾ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ അവർ ഈമാനുള്ളവരായാൽ, തഖ്വയുള്ളവരായാൽ, ലഫതഹ്നാ അലൈഹിം, അവർക്ക് നാം തുറന്നു കൊടുക്കും ബറകാത്തുൻ മിനസ് സമാ, ആകാശത്തിന്റെ സർവ്വവാതായങ്ങളും സർവ്വബർക്കത്തുകളും നാം തുറന്നു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. കണ്ടീഷൻ എന്ന അള്ളാന്റെ ബർക്കത്തുകൾ മുഴുവൻ നിലകൊള്ളാൻ ലഭിക്കാൻ ഈമാനും തഖ്വയും വേണം. ഇബ്രാഹിം നബി പരിശുദ്ധമാക്കപ്പെട്ട മക്ക എന്ന നാട്ടിൽ എല്ലാ പഴങ്ങളെയും കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവർക്ക്. ഖാൽ വമൻ കഫർ, പോരാ, പിന്നെ പറഞ്ഞു സത്യനിഷേധികൾക്കുമാവട്ടെ. അല്ലാഹു പറഞ്ഞു ഫഉമത്തുഹു ഖലീല, അവനെ കുറച്ചുകാലം നാം സുഖിപ്പിക്കും. സുമ്മ അൽതറുഹു ഇലാ അദാബിന്നാർ, പിന്നെ അവനെ നരകശിക്ഷയിലേക്ക് നാം നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുപോകും. വലബിഇസൽ മസീർ, നരകമാകുന്ന നടക്കസ്ഥാനം ഏറെ മോശമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഫലമാണ് ഇന്ന് മക്കളിൽ കാണുന്ന എല്ലാ സമൃദ്ധിയും, എല്ലാ അഭിവൃദ്ധിയും, എല്ലാ നിലക്കുള്ള നന്മകളും പരിശുദ്ധമായ മക്കയിൽ നിലകൊള്ളുന്നത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്തില്ലേ,
ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലം ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആളുകൾ ഉത്തരം കൊടുക്കുന്നില്ല, ദഅവത്ത് സ്വീകരിക്കുന്നില്ല. യൂനുസ് നബിക്ക് ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ കൽപ്പന നിർവഹിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്ന യൂനുസ് നബി നാട്ടുകാരോട് ചൊടിച്ച്, നാട്ടുകാരോട് ദേഷ്യം പിടിച്ച് ഒരു കപ്പൽ കയറി പോവുകയാണ്. കപ്പലിൽ ഓവർലോഡായി. കപ്പൽ മുങ്ങാൻ പോകുന്ന അവസ്ഥ വന്നു. ഏതെങ്കിലും ഒരാളെ ഒഴിവാക്കിയില്ലെങ്കിൽ കപ്പലിലുള്ള മുഴുവൻ ആളുകളും മുങ്ങി മരിക്കുമെന്ന അവസ്ഥ വന്നു. അവസാനം ആരെ എറിയും, ആരെ ഒഴിവാക്കും? നിറക്കിടാൻ തീരുമാനിച്ചു. നിറക്കിടുകയാണ്, നിറക്ക് വീഴുകയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം യൂനുസ് നബിക്ക് നിറക്കിടുകയാണ്. യൂനുസ് നബി എടുത്തുകൊണ്ട് കടലിലേക്ക് എറിയുകയാണ്. യൂനുസ് നബിയെ തിമിംഗലം എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയാണ്. ആ തിമിംഗലത്തിന്റെ വയറിന്റെ അന്ധകാരത്തിനുള്ളിൽ ആഴക്കടലിന്റെ ആടിയിൽ ഇരുത്തറയിൽ കടിഞ്ഞുകൂടുകയാണ് ഇസ്ലാമിന്റെ പ്രവാചകനാകുന്ന യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആന സംഭവം പറയുന്നുണ്ട്. فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ആഴക്കടലിന്റെ ആടയിൽ കിടന്ന് മനുഷ്യത്തിന്റെ ഇരുട്ടറയാകുന്ന വയറ് കിടന്നുകൊണ്ട് പ്രവാചകനാകുന്ന യൂനുസ് ചിന്തിക്കുകയാണ്, എനിക്കെന്തേ ഇങ്ങനെ വന്നുപോയത്? ഞാനൊരു പ്രവാചകനല്ലേ? എനിക്കെന്തേ ഇങ്ങനെ സംഭവിച്ചു പോയത്? അല്ലാഹു എന്നെ പ്രവാചകനായി നിയോഗിച്ചു. നാട്ടുകാർ ഒരുപാട് ക്ഷണിച്ചു, പക്ഷേ നാട്ടുകാർ വന്നില്ല. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഞാൻ പോന്നതാണ്. അതായിരിക്കുമോ ഇബ്രാഹിം ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദുആയിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ഒരിലാഹില്ല റബ്ബേ, നീയല്ലാതെ ആരാധനയില്ല റബ്ബേ. സുബ്ഹാനക്, നീ എത്ര വിശുദ്ധനാണ്. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു. സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടു പോയി, അക്രമം ചെയ്തു പോയി, അബദ്ധമായി പോയി, എനിക്ക് പൊറുക്കണേ റബ്ബേ എന്ന് ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. ആ ദുആയും റബ്ബ് സ്വീകരിക്കുകയാണ്. തിമിംഗലം വന്ന് കരകിലേക്ക് വന്ന് യൂനുസ് പ്രവാചകനെ കരകിലേക്ക് എറിയുകയാണ്. കരയിൽ വന്നുകൊണ്ട് രക്ഷപ്പെടുകയാണ്. അതും മുഹറം മാസത്തിലാണ്. ഈ ദുആക്ക് ഉത്തരം കൊടുക്കപ്പെട്ട മാസവും ശഹ്റു മുഹറമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റിന്റെയും പരിശുദ്ധ ദുആയുടെയും പ്രത്യേകതയാണിത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് യൂനുസ് നബി ചൊല്ലിയ ആ ദിക്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട യൂനുസ് നബി എങ്ങാനും ഈ തസ്ബീഹ് ചൊല്ലിയില്ല എന്നുവെങ്കിൽ, ഇങ്ങനെ പറഞ്ഞില്ല എന്നുവെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ യൂനുസ് പ്രവാചകൻ മത്സ്യവയറ്റിൽ തങ്ങേണ്ടി വരുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഈ ദിക്ർ കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ദുആ കൊണ്ടാണ് പ്രവാചകൻ രക്ഷപ്പെട്ടത്. അല്ലാഹു നമ്മയും നാം അകപ്പെട്ടിരിക്കുന്ന വിഷമങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും സലാമത്താക്കുമാറാവട്ടെ. ദുആ ചെയ്യേണ്ട വേദിയാണിത്, ദുആ ചെയ്യേണ്ട മാസമാണിത്, എല്ലാ നിലക്കും ഉത്തരം കിട്ടുന്ന പരിശുദ്ധമാക്കുന്ന സദസ്സാണിത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ സക്കരിയ നബിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കാഫ് ഹായ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ. വിശുദ്ധനായ പ്രവാചകൻ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുന്നു, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന പ്രവാചകനാണ്. അവസാനം യാക്കൂബി കുടുംബത്തെ പാരമ്പര്യമെടുക്കുന്ന മകന് വേണമെന്ന് സക്കരിയ നബി ദുആ ചെയ്യുകയാണ്. വിശുദ്ധമായ സൂറത്തിന്റെ പ്രാരംഭം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, അടിമയാകുന്ന സക്കരിയാക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച്, റഹ്മത്തിനെ കുറിച്ച് നീ ഓർക്കണേ. ഇത് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, ബഹുമാനപ്പെട്ട സക്കരിയ നബി മനസ്സ് വേദനിച്ച് കെഞ്ചി അള്ളാഹിനോട് മെല്ലെ പറഞ്ഞു,
റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി, പടച്ചവനെ എനിക്ക് പ്രായം ഏറെയായി, വയസ്സ് ഏറെയായി, എന്റെ എല്ലുകൾ ശോഷിച്ചിരിക്കുന്നു, എനിക്ക് ഇതാ വല്ലാത്ത ക്ഷീണം വന്നിരിക്കുന്നു. എന്റെ മുടി ഇതാ വെളുത്തു പോയിരിക്കുന്നു, നിറ ബാധിച്ചിരിക്കുന്നു. ആഗ്രഹം ഒരു മോനെ വേണമെന്ന്, ഒരു പൊന്നുമോനെ വേണമെന്ന് വല്ലാത്ത ആഗ്രഹം. അത് യാക്കൂബി കുടുംബത്തെ പാരമ്പര്യമെടുക്കുന്ന മോനായിരിക്കണം. ബഹുമാനപ്പെട്ട സക്കറിയ നബി ദുആ ചെയ്തപ്പോൾ ഫബശർനാഹു ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ, വിശുദ്ധ ഖുർആൻ പറയാ, അല്ലാഹു തആല ഉത്തരം കൊടുത്തു, സന്തോഷവാർത്ത അറിയിച്ചു. പ്രിയപ്പെട്ട സക്കറിയ, നിനക്കൊരു മോൻ പിറക്കാൻ പോകുന്നു, മോന്റെ പേര് ഞാൻ വിളിച്ചിരിക്കുന്നു, പേര് യഹ്യ എന്നാണ്. പ്രവാചകനാകുന്ന യഹ്യ പിറക്കാൻ പോകുന്നു. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ബഹുമാനപ്പെട്ട സക്കറിയ നബിയോട് സന്തോഷവാർത്ത അറിയിച്ചു. ജനിക്കും മുമ്പേ റബ്ബ് തആല പേര് വിളിച്ച് പ്രവാചകത്വം കൊടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന പ്രവാചകനായ യഹ്യ. മിക്ക പ്രവാചകന്മാർക്കും അല്ലാഹു തആല പ്രവാചകത്വം കൊടുത്തത് 40-ാമത്തെ വയസ്സിലാണ്. 2 പ്രവാചകന്മാരൊഴികെ, ഈസാ നബിയും ബഹുമാനപ്പെട്ട യഹ്യ നബിയും. ഇവർ രണ്ടുപേരും ഗർഭത്തിലായിരിക്കെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരാക്കി. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗർഭത്തിൽ വെച്ചുകൊണ്ട് പടച്ചവൻ ഇഞ്ചീൽ പഠിപ്പിച്ചു. മറിയം ബീവി പറയുന്ന സംഭവം ബഹുമാനപ്പെട്ട മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മകൻ, വയറ്റിൽ കിടക്കുന്ന, ഗർഭാശയത്തിൽ കിടക്കുന്ന മകൻ വിശുദ്ധമായ ഗ്രന്ഥം വായിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉമ്മയാകുന്ന മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മുഫസ്സിരിങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖുർആനിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സക്കരിയ നബിക്ക് ഉത്തരം കൊടുത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ പരിശോധിച്ചാൽ ഖുർആൻ പറഞ്ഞ ഒരുപാട് പ്രാർത്ഥനകൾ, ഉത്തരം കൊടുക്കപ്പെട്ട ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതിന് ആ ദുആ സ്വീകരിക്കാൻ ചില നിബന്ധനകൾ, പ്രത്യേകിച്ചും നമ്മിൽ ഉണ്ടായിരിക്കേണ്ട ജീവിത വിശുദ്ധി അനിവാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ചില പറഞ്ഞാൽ ഒരുപാട് പറയേണ്ട വിഷയമാണ്. ചില സ്ഥലങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഉത്തരമുണ്ട്, ചില സമയങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഉത്തരമുണ്ട്. ഇങ്ങനെ ഓരോന്നിനും ഓരോ സമയവും പ്രത്യേകമായ സ്ഥലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ചില ആളുകൾക്കുള്ള ദുആക്ക് പ്രത്യേക ഉത്തരമുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സലാസു ദഅവാത്തിൻ മുസ്തജാബ, 3 ദുആകൾ ഉത്തരം കൊടുക്കപ്പെടുക തന്നെ ചെയ്യും, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. റസൂല് പറയുന്നു, 1 ദുആഉൽ വാലിദ്, മാതാപിതാക്കൾക്കുള്ള ദുആ, ഉപ്പയുടെ ദുആ. മാതാപിതാക്കൾ മക്കൾക്കെതിരെ അല്ലെങ്കിൽ മക്കൾക്ക് അനുകൂലമായി ദുആ ചെയ്താൽ ഏത് പ്രാർത്ഥനയാണെങ്കിലും പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നാവുകൊണ്ട് സത്യം മാത്രം പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹ്. 2ാമത് പറഞ്ഞു വൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ഫലസ്തീനിന്റെ മണ്ണിൽ പാവപ്പെട്ട ഗസയിലെ മുസ്ലിമീങ്ങൾ ഇസ്രായേലിയുടെ ആക്രമണങ്ങൾക്ക്, അവരുടെ തോക്കുകൾക്ക്, അവരുടെ ആയുധങ്ങൾക്ക്, അവരുടെ മിസൈലുകൾക്ക് വിധേയമായി അനുദിനം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാപവും ചെയ്യാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ സത്യത്തിന്റെ വാക്ക് ഉച്ചരിച്ചു എന്നല്ലാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ആ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഇസ്രായേലികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും. ഇസ്രായേലികൾ മുഴുവനും നശിച്ചു പോകുമെന്ന് അള്ളാന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഖിയാമത്തിന് അടയാളം പറയുന്ന റസൂലുള്ളാഹ് പറയുന്നുണ്ട്, ഒരൊറ്റ ജൂതനും ബാക്കിയാകില്ല. ശക്തമായ പോരാട്ടം നടക്കും, ജൂതന്മാരെ മുഴുവനും കൊല്ലും. മരങ്ങൾക്കും കല്ലുകൾക്കും പിന്നിൽ ഒളിച്ചിരിക്കുമ്പോൾ പോലും കല്ലുകളും മരങ്ങളും വിളിച്ചു പറയും, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസ, ഇതാ എന്റെ പിന്നിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നു, പിടിക്കുവനെ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലുകളും മരങ്ങളും വിളിച്ചു പറയുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടില്ല. പിന്നെ നമ്മളൊക്കെ ദുആ ചെയ്തിട്ട് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയമാണ്. അഫ്ഗാനിസ്ഥാനിന് വേണ്ടി, ഇറാഖിന് വേണ്ടി 1992 ബാബരി പള്ളിയുടെ തകർച്ചയ്ക്ക് മുമ്പ് ഖുനൂത്തുൻ നാസില വരെ ഓടിക്കൊണ്ട് നമ്മളൊക്കെ ദുആ ചെയ്തു. എന്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം തന്നില്ല? അള്ളാഹുവിന്റെ സ്വന്തക്കാരൻ അവകാശപ്പെടുന്ന നാം, നമ്മുടെ കൂടെ അള്ളാഹു ഇല്ല എന്നാണോ ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്? ഉത്തരം നൽകപ്പെടാൻ, നമ്മുടെ ദുആകൾക്ക് അല്ലാഹു ഉത്തരം തരാൻ ചില നിബന്ധനകൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി അത് നമ്മിൽ ഇല്ലാതെ പോയതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം.
മൂന്നാമത്തെ പ്രാർത്ഥനയാണ് ദുആഉൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. ഹാജിമാരൊക്കെ തിരിച്ചു വരുന്ന നേരമാണ്. ഹാജിമാരും ഹജ്ജുമ്മമാരും ഏതു യാത്രക്കാരന്റെയും 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾക്കുള്ള ദുആക്ക് പ്രത്യേകമായ ഉത്തരമുണ്ട്, ചില സ്ഥലങ്ങളിൽ ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. അത്തരത്തിൽ നാം എണ്ണിപ്പറയുന്നതാണ് ഇത്തരം മഹാന്മാർക്കുള്ള ഹദത്തിൽ വെച്ചുള്ള ദുആ. ഇത്തരം മഹാന്മാരെ തവസ്സു ചെയ്തുകൊണ്ട് ഇസ്തിഗാസ നടത്തിക്കൊണ്ടുള്ള ദുആ, അതിന് പ്രത്യേകം ഉത്തരമുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തവസ്സുൽ ഇസ്തിഗാസയൊക്കെ വലിയ വിഷയമാകുമ്പോ കേവലം ചില വാക്കുകളിൽ കുടുക്കി നമ്മുടെ ഈമാൻ നശിപ്പിച്ചു കളയുന്ന കുൽസിത ശ്രമങ്ങളാണ് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തോട് യാഥാർത്ഥ്യത്തോട് കുലബന്ധം പോലുമില്ലാത്ത, യാഥാർത്ഥ്യത്തോട് ഒരൽപ്പം പോലും നീതി പുലർത്താൻ കഴിയാത്ത വാദങ്ങളാണ് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വാദവും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനേറെ 19 കൊല്ലമായി കേരളത്തിൽ ജിന്ന് ശൈത്താനുകളെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം എന്തായി? അവർക്ക് തന്നെ ശൈത്താൻ കൂടിയ മട്ടായിപ്പോ ആകെ ശൈത്താൻ കൂടി ഇളകിക്കൊണ്ടിരിക്കുക. 3, 4, 5 ഗ്രൂപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ്, ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും ഞാൻ അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ദിക്റിനെ എന്ത് പിശാച്ച് കാണുന്നില്ലല്ലോ, കാണാത്ത ഒന്നിന് അംഗീകരിക്കയില്ല എന്ന് പറഞ്ഞവർ അതിനർത്ഥം മാറ്റിവെച്ചു. ആൺകൊതുകിൽ നിന്നും പെൺകൊതുകിൽ നിന്നും അർത്ഥം വെച്ചു. അങ്ങനെ ആൺകൊതുകും പെൺകൊതുകും ഒക്കെ അർത്ഥം വെച്ചുകൊണ്ട് ആൺകൊതുകിന്റെയും പെൺകൊതുകിന്റെയും ശല്യത്തിൽ ഞാൻ കാവൽ ചോദിക്കുന്നു അല്ല എന്നും പറഞ്ഞുകൊണ്ട് കക്കൂസിൽ കയറി കുറെ കാലം. അവസാനം യൂറോപ്യൻ ക്ലോസറ്റും അതിനേക്കാൾ വൃത്തികളുടെ ക്ലോസറ്റും വന്നപ്പോൾ ഒറ്റ കൊതുകുമില്ല. ഇനി എന്താ പഠിക്കുന്ന അർത്ഥം വെക്കുക? അപ്പടാ പഠിക്കാൻ തുടങ്ങിയത് സാൽവേഷൻ സെന്ററിൽ നിന്നുകൊണ്ട് പഠിക്കാൻ തുടങ്ങിയപ്പോ ജിന്ന് ശൈത്താനെ കുറിച്ച് മനസ്സിലാക്കേണ്ടി വന്നു, കാര്യങ്ങൾ പറയേണ്ടി വന്നു. നാളിതുവരെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ അസത്യമാണ്, അത് തോന്നിവാസമാണ് എന്ന് അവർ തന്നെ പരസ്പരം പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഒരുപക്ഷെ തെറ്റിയവർക്ക് ഒരുപക്ഷെ തെറ്റ് തിരുത്താൻ സമയം കിട്ടിയാൽ ഭാഗ്യം. ഇതിനിടയിൽ മരിച്ചുപോയ കുറെ ആളുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? ഇവന്മാരൊക്കെ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മരിച്ചുപോയ കുറെ ആളുകളല്ലേ, ഇവരെക്കുറിച്ച് എന്ത് പറയും? നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആശയ ആദർശങ്ങളിൽ ഒരൽപ്പം പോലും വെള്ളം ചേർന്നിട്ടില്ല. മഹാന്മാരായ ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന പ്രത്യേകം ഉത്തരമുള്ളതാണ്. അതിൽ പ്രത്യേകമായ പ്രത്യേകതകളുണ്ട്. നമ്മൾ മനസ്സിലാക്കി നോക്കൂ. മഹാന്മാർ കിടക്കുന്ന സ്ഥലം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഏത് മലമുകളിൽ കിടന്നാലും അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഒരു ഇസ്ലാമിക ചൈതന്യം കാണാം. അവിടെ പള്ളിയുണ്ടാകും, അവിടെ പ്രത്യേകമായ ദുആകളുണ്ടാകും, അവിടെ പ്രത്യേകമായിരിക്കുന്ന ദീനീ സ്ഥാപനങ്ങളുണ്ടാകും. ഒക്കെ ഒരു ദീനീ ചൈതന്യം മഹാന്മാർ കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും കാണാം. അത് തന്നെയാണ് അവർ മഹാന്മാരാണെന്ന് അറിയിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള വിശ്വാസം ഒന്നുകൂടി ദൃഢീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തരം ദുആകൾ പ്രത്യേകം ഉത്തരമുള്ള ദുആയാണ്. അതുപോലെ ചില പ്രത്യേക സമയങ്ങളിൽ ദുആ, ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് നബിയോട് ചോദിക്കപ്പെട്ടു, ഏത് ദുആക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരമുള്ളത്? റസൂലുള്ളാഹ് പറഞ്ഞത് 2 സമയമാണ് പ്രധാനമായി. ഒന്ന് ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. നമ്മൾ ആലോചിക്കണം, ഒരുപക്ഷെ ഫർള് നിസ്കാരത്തിന് ശേഷം ഇരുന്ന് ഞാൻ ദിക്ർ ചൊല്ലിയാൽ ദുആ ചെയ്താൽ സുന്നിയാകുമോ എന്ന് പേടിച്ചിട്ട് ഒരു സലാം അത്തഹിയ്യാത്തിൽ വിടുന്നു, അടുത്ത സലാം ഗ്രൗണ്ടിൽ നിന്നാണ് വീട്ടണത്. അത്രയും പെട്ടെന്ന് എഴുന്നേറ്റുകൂടാ. എന്ത് സംഭവിച്ചു? ദിക്റുകൾ ഇല്ലാതെയായി. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ വഫീ ജൗഫിൽ ലൈൽ, പാതിരാത്രിയിലെ ദുആ, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് റബ്ബിന്റെ മുമ്പിൽ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. വിനയത്തോടെ, ഭവ്യതയുള്ള മനസ്സോടുകൂടെ, നിറഞ്ഞ കണ്ണോടുകൂടെ, വേദനിക്കുന്ന മനസ്സോടുകൂടെ, തപിക്കുന്ന വാക്കുകളോടുകൂടെ റബ്ബിന്റെ മുമ്പിൽ പറയൂ, അല്ലാഹുവോട് പറയൂ. ദുആ ചെയ്യാൻ, ദുആ ചെയ്താൽ ഉത്തരം തരാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. ഉദ്ഉഹു ഖൗഫൻ
റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭവ്യതയോടുകൂടെ മാത്രമല്ല പ്രത്യേകമായി ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളെയും സമയങ്ങളെയും അതുപോലെ ആളുകളെയും സമീപിച്ചുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. മാത്രമല്ല നമ്മുടെ വ്യക്തിജീവിതം നാം വിശുദ്ധമാക്കുക. റസൂലുള്ളാഹി പറഞ്ഞല്ല, അവസാന കാലം വരുമ്പോൾ എന്നോട് എന്റെ അധികാരികൾ ചോദിക്കും, എന്നോടവർ ദുആ ചെയ്യും. ഒരുപക്ഷെ യാത്രക്കാരനെ പോലെ മുടി ജടകുത്തിയാളാണ്, അത്രമാത്രം ക്ഷീണവും അവശതയും അവന് കാണുന്നു. അവൻ എന്റെ മുമ്പിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. അവനോട് പറയുന്നു, റബ്ബ് റബ്ബി, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്ന് ദുആ ചെയ്യുന്നു. പക്ഷെ അല്ലാഹു പറയുന്നു, ഞാനിങ്ങനെ ഉത്തരം കൊടുക്കാനാണ്. മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം. കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, കുടിക്കുന്ന വെള്ളം ഹറാമാണ്, അതുപോലെ ധരിക്കുന്ന വസ്ത്രം ഹറാമാണ്. പലിശയുമായി വട്ടിപ്പലിശയുമായി എന്ന് വേണ്ട ഫിനാൻസ് കമ്പനികളുമായി വിശുദ്ധ ഇസ്ലാം ഒരിക്കലും നിരക്കാത്ത പലിശയുടെ ഏർപ്പാടുകളുമായി ബന്ധപ്പെട്ട് നാം ജീവിക്കുമ്പോൾ, അതിലൂടെ നാം അന്നം കഴിച്ചാൽ, അതുകൊണ്ട് നാം വസ്ത്രം വാങ്ങിയാൽ, അതുകൊണ്ട് നാം ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ നമ്മുടെ ദുആക്ക് ഉത്തരം നൽകാൻ റബ്ബിനാകില്ലെന്ന് റബ്ബ് പറയുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അഫ്ഗാനിസ്ഥാനിന് വേണ്ടിയും ഇറാഖിന് വേണ്ടിയും അമേരിക്കക്കെതിരിലും എന്ന് വേണ്ട മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്തപ്പോൾ അള്ളാഹു നമ്മുടെ ദുആയെ സ്വീകരിക്കാതെ പോയത് ഭക്ഷണം ഹറാമാണോ, കുടിക്കുന്ന വെള്ളം ഹറാമാണോ, ധരിക്കുന്ന വസ്ത്രം ഹറാമാണോ, പലിശയുമായി ബന്ധമുണ്ടോ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന സമ്പത്താണോ, ഗൾഫിലേക്ക് പോവുകയാണ്, ഗൾഫിൽ പോയി ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇന്നത്തെ തലമുറയുടെ ആഗ്രഹം അധ്വാനിച്ചുകൊണ്ട് പണമുണ്ടാക്കണമെന്നല്ല, സാർവത്രികമായി വളർന്നു വരുന്ന ഏറ്റവും ദുഷിച്ച സ്വഭാവമാണ് അധ്വാനിച്ച് പണമുണ്ടാക്കാൻ ഇന്നാരും തയ്യാറല്ല. അധ്വാനിക്കാതെ പണം കിട്ടണം, വിയർക്കാതെ പണം കിട്ടണം, പെട്ടെന്ന് മുതലാളിയാകണം. കുറെ കാലമൊന്നും അധ്വാനിക്കാനാകില്ല, പെട്ടെന്ന് മുതലാളിയാകണം. അതിനെന്ത് വേണം? സൂപ്പർ മാർക്കറ്റിന്റെ കാഷ്യറായിട്ടാണ് അറബി കൊണ്ടുപോയത്. 10,000 ദിർഹംസിന്റെ കച്ചവടം നടക്കുന്ന സൂപ്പർ മാർക്കറ്റാണ്. അവിടെ വിശ്വസിച്ചുകൊണ്ട് മലബാരിയല്ലേ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ ഇരുത്തിയതാണ്. ഓരോ ദിവസവും 500 ദിർഹം കീശയിലിടുകയാണ്. ഒരു വർഷം കഴിയുമ്പോഴേക്ക് തന്നെ പിടിക്കപ്പെടുകയാണ്. ഈ ഹറാമായ പണം കൊണ്ട് പാവപ്പെട്ട അറബിയെ പറ്റിച്ച് അവനെ യതീമാക്കി തിരിച്ചുവന്ന് നീ സ്വസ്ഥമായി ജീവിക്കാമെന്ന് പ്രിയപ്പെട്ടവനെ ചിന്തിക്കണ്ട. മറ്റൊരുത്തന് ഇഷ്ടമില്ലാത്തൊരു നാണയത്തൊട്ട് പോലും നമ്മിൽ കടന്നു വന്നാൽ അല്ലാഹു നമ്മെ സ്വീകരിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് ദുആ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കുട്ടി ചെറിയ മോനാണെന്ന് ഞാൻ വിളിച്ചാൽ റസൂല് വരുമോ? റസൂല് വലിയ ആളല്ലേ കുട്ടി ചിന്തിക്കുകയാണ്. അവസാനം ആ പൊന്നുമോൻ മനസ്സിലാക്കി, എന്തായാലും സലാം പറയുക, അതും ഒരു ദുആയാണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറഞ്ഞാൽ മറുപടി വരും ഒന്നുകൂടി കൂട്ടിക്കൊണ്ട്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നബിയുടെ വരവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് കുഞ്ഞ് കാത്തിരിക്കുകയാണ്. നബി നടന്നു വരുന്ന വഴിക്ക് ആ കുഞ്ഞ് നിൽക്കുകയാണ്. നബി എത്താറായപ്പോ നബിയുടെ മുമ്പിലേക്ക് ഇറങ്ങിയിട്ട് ആ പൊന്നുമോൻ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി യാ ഹബീബല്ലാഹ്. അള്ളാന്റെ ഹബീബേ, അങ്ങയുടെ പേരിൽ അള്ളാന്റെ സലാമും അള്ളാഹുവിന്റെ റഹ്മത്തും ഉണ്ടായിരിക്കട്ടെ. ആ മകൻ സലാം പറഞ്ഞപ്പോ റസൂലുള്ള മറുപടി പറഞ്ഞു, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു യബ്ന ഹറാം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞങ്ങളെ കൽബകം എന്നോവർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൽബകത്തുള്ളത് കാണാൻ കഴിയുന്നവരാണ് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖുകളെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഇല്ലായിരുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ അങ്ങനെയായിരുന്നില്ലേ? നബി തങ്ങൾ കുഞ്ഞിനോട് പറയുന്നു, സലാം പറഞ്ഞ കുഞ്ഞിനോട് മറുപടി പറയുന്നു, അല്ലാഹുവിന്റെ സലാമും അവന്റെ റഹ്മത്തും അവന്റെ ബറകാത്തുകളും യദ ഹറാമി നിനക്കുമുണ്ടാകട്ടെ.
നബിയുടെ അനുകൂല പ്രാർത്ഥന പ്രതീക്ഷിച്ച മൂന്ന് കെട്ടിയ വിളിയണ്ട ഇബ്നു ഹറാം, ഹറാം എന്ന വിളിയാണ്. മനസ്സ് വേദനിച്ചു, വല്ലാതെ പ്രയാസപ്പെട്ടു, കരഞ്ഞുകൊണ്ട് ആ പൊന്നുമോന് വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ സത്യം എന്നോട് പറയണം, എന്നോട് സത്യം പറയണം, ഞാൻ ഹറാമിലുണ്ടായവനാണോ? ഉമ്മ പറഞ്ഞു, മോനെ അല്ല, ഒരിക്കലും അവിഹിതങ്ങൾക്ക് വേണ്ടി പോയവരല്ല ഞാൻ, ഒരു വേണ്ടാതരത്തിനും ഞാൻ പോയിട്ടില്ല. ഇല്ല ഉമ്മ, സത്യം എന്നോട് പറയണം. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും സത്യം മാത്രം പറയുന്നയാളാണ്, കള്ളം പറയുന്നയാളല്ല. ആ റസൂൽ എന്ന ഇബ്നു ഹറാം എന്ന് വിളിച്ചിരിക്കുന്നു, ഹറാം എന്ന് വിളിച്ചിരിക്കുന്നു. ആ പ്രിയപ്പെട്ട ഉമ്മയോട് നിർബന്ധിക്കുമ്പോ ഉമ്മ ചിന്തിക്കുന്നു, എന്താണ് ഞാൻ ചെയ്തത്? ഇല്ല മോനെ, ഒന്നും ഞാൻ ചെയ്തില്ല മോനെ, നീ വിഹിതത്തിലുണ്ടായവനാണ്, അവിഹിതത്തിലുണ്ടായവനല്ല. അല്ല ഉമ്മ, സത്യം എന്നോട് പറയണം, കാര്യം എന്നോട് പറയണം. ഉമ്മയോട് നിർബന്ധിക്കുമ്പോ ഉമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവസാനം ഉമ്മാക്കൊരു കാര്യം ഓർമ്മ വരികയാണ്. മകനോട് പറയുന്നു, മോനെ ഒരു കാര്യം ശരിയാണ്, നീ എന്റെ ഗർഭത്തിൽ വളരുമ്പോൾ, എന്റെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല, വിശപ്പടക്കാൻ വഴിയൊന്നുമില്ല, വല്ലാത്ത പ്രയാസം, വല്ലാത്ത ബുദ്ധിമുട്ട്. അന്ന് ആ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ കടന്നുപോയി, അറിയാതെ ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോഴേക്ക് വയറ് കത്തുകയാണ്, വല്ലാത്ത വിശപ്പാണ്. ഞാൻ എഴുന്നേറ്റ് നല്ല വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വിശപ്പടക്കാൻ വല്ല വഴിയുമുണ്ട് എന്ന് വിശപ്പിന്റെ കാഠിന്യം ചിന്തിക്കുമ്പോൾ, പുറത്തിറങ്ങി നോക്കുമ്പോൾ അയൽക്കാരന്റെ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് നമ്മുടെ മുറ്റത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഈത്തപ്പന മരത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. ആ ഈത്തപ്പഴം പടുത്ത് ആ നിലത്ത് വീണ് കിടക്കുന്ന ഈത്തപ്പഴം ഞാൻ എടുത്തു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ കഴിച്ചുപോയി മോനെ, ഇതല്ലാത്ത ഒന്നും ഞാൻ ചെയ്തില്ല മോനെ. അതായത് ഗർഭാവസ്ഥയിൽ തന്റെ അയൽക്കാരന്റെ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് മുറ്റത്തേക്ക് ചാഞ്ഞു കിടക്കുന്ന ഈത്തപ്പന മരത്തിൽ നിന്ന് മുറ്റത്ത് വീണ് കിടക്കുന്ന ഈത്തപ്പഴം കഴിച്ചു. അതിലൂടെ ആ ഈത്തപ്പഴത്തിലൂടെ ഉണ്ടായ രക്തത്തിന്റെ ഭാഗം എന്നിലും മുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇബ്നു ഹറാം എന്ന റസൂൽ വിളിക്കാൻ കാരണമെന്ന് ഉമ്മ വിശദീകരിക്കുമ്പോ, നിലത്ത് വീണ് കിടക്കുന്ന അന്യ സഹോദരന്റെ ഒരു നാണയത്തുട്ടാണെങ്കിൽ പോലും പാടില്ല, ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. പിന്നെ എങ്ങനെയാ മറ്റുള്ളവന്റെ സമ്പത്ത് കൊള്ളയടിച്ചവന്റെ സമ്മതമില്ലാതെ മുഴുവനും എടുത്തു വന്നിട്ട് ഇവിടെ കോടികൾ കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാമെന്ന് വിചാരിച്ചാൽ അത് സ്വപ്നമാണ്, യാഥാർത്ഥ്യമാകില്ല. മരിക്കും മുമ്പ് അനുഭവിച്ചേ പോകൂ. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സാമ്പത്തിക വിശുദ്ധി ഏറെ ചിന്തിക്കപ്പെടേണ്ട വിഷയമാണ്. ദുആകൾക്ക് ഉത്തരം കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് നമ്മുടെ ദുആകൾക്ക് ഏറിയ കൂറും ഉത്തരം കിട്ടാതെ പോകുന്നത് ഈ നിലക്കുള്ള വിശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ഖിയാമത്ത് നാളാകുമ്പോ ലോകത്ത് 2 വിശുദ്ധി നഷ്ടപ്പെട്ട് 2 അശുദ്ധികൾ ലോകത്ത് വ്യാപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 അശുദ്ധികൾ ലോകത്ത് വ്യാപിക്കും. സാമ്പത്തിക വിശുദ്ധി പോകും, ലൈംഗിക വിശുദ്ധിയും പോകും. സാമ്പത്തിക അരാജകത്വമുണ്ടാകും, ലൈംഗിക അരാജകത്വമുണ്ടാകും. നമ്മൾ ആലോചിക്കണം. ലൈംഗിക അരാജകത്വവും സാമ്പത്തിക അരാജകത്വം ലോകത്ത് കൊടിക്കുത്തി വാഴുമ്പോൾ പിന്നീട് കുറ്റം ചെയ്തവനെന്നോ ചെയ്യാത്തവൻ നോക്കാതെ അല്ലാഹുവിന്റെ അദാബ് എല്ലാവരെയും പിടിപെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. തെറ്റ് ചെയ്തവരെന്നില്ല, തെറ്റ് ചെയ്യാത്തവരെയും ശിക്ഷ പിടിപെടും. 2 അശുദ്ധികൾ വ്യാപിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലത്തുള്ള ഉമ്മത്തിനെ പരിശോധിച്ചാൽ തെറ്റ് ചെയ്തവർ അല്ലാഹു തആല പ്രത്യേകമായി പിടിക്കുമായിരുന്നു. പക്ഷേ അവസാന കാലഘട്ടമാകുമ്പോൾ 2 അശുദ്ധികൾ, സാമ്പത്തിക ശുദ്ധിയും ലൈംഗിക ശുദ്ധിയും വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അപരാധിയെന്നോ നിരപരാധിയെന്നോ നോക്കാതെ, തെറ്റ് ചെയ്തവരെന്നോ ചെയ്യാത്തവർ നോക്കാതെ എല്ലാവരെയും ഒരുപോലെ അദാബ് ആമായി പിടിപെടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഭൂമി കുലുക്കവും ഭൂചലനങ്ങളുമൊക്കെ ആവർത്തിക്കപ്പെടുന്ന ഈ ലോകത്ത് ഏറെ ചിന്തിക്കപ്പെടേണ്ട ഒരു വിഷയമാണിത്. അതുകൊണ്ട് സാമ്പത്തിക വിശുദ്ധി, ശരീരവിശുദ്ധി, പ്രിയമുള്ളവരെ, നമ്മുടെ ദുആകൾക്ക് ഉത്തരം കിട്ടാൻ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, പാപങ്ങളിൽ നിന്ന്, മഅസിയത്തുകളിൽ നിന്ന് നാം പരമാവധി വിട്ടുനിൽക്കണം. മാത്രമല്ല, ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ബന്ധം വിച്ഛേദിക്കാൻ, മാനസിക ബന്ധം, കൗടുംബിക ബന്ധം, ഇത്തരം ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. കുടുംബ ബന്ധങ്ങൾ ഏറെ അന്യം നിൽക്കുന്ന ഈ ലോകത്ത് ഏറെ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമായത്. കാരണം
റഹിം എന്നാണ് കുടുംബത്തിന് അറബികൾ പറയുന്ന വാക്ക്. അള്ളാഹു പറയുന്നു, ഞാൻ കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന പേര് എന്റെ പേരിന്റെ അംശമാണ്. എന്റെ പേര് റഹീം. കുടുംബത്തിന് കൊടുത്ത പേരോ റഹീം, ഒരു യാഇന്റെ കുറവ്. എന്നിട്ട് പറയുന്നു, ഫമൻ വസലഹാ വസൽതുഹു, ആര് കുടുംബബന്ധം ചേർക്കുന്നവോ അവനുമായുള്ള ബന്ധം ഞാനും ചേർക്കും. വമൻ ഖതഅഹാ ഖതഅതുഹു, കുടുംബബന്ധം ആര് മുറിക്കുന്നതോ അവനുമായുള്ള ബന്ധം ഞാൻ മുറിക്കുമെന്ന് റബ്ബ് പറയുന്നുവെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാമ്പത്തികമായ മേഖലയിൽ നാം ഏറെ മുന്നാക്കം പോയപ്പോൾ സമ്പത്താണ് സർവസ്വമെന്നും സമ്പത്തിനേടെ പണത്തിനേടെ പരുന്തം പറക്കയില്ലെന്ന കാഴ്ചപ്പാട് വർദ്ധിച്ചു വന്നപ്പോൾ കുടുംബങ്ങൾ വിഷയമല്ല, ബന്ധങ്ങൾ പ്രശ്നമല്ല, സമ്പത്തിനാണ് നാം പ്രാധാന്യം കൽപ്പിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ കുടുംബ ബന്ധങ്ങളേറെ അകൽച്ചയിലായെങ്കിൽ, കുടുംബ ബന്ധങ്ങൾ അകന്നാൽ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റിയാൽ ജ്ഞാനമായുള്ള ബന്ധം മുറിക്കുകയാണ് അവൻ പിന്നീട് എന്ന റഹ്മത്തെടുക്കുകയില്ലെന്ന് റബ്ബ് തആല പറയുന്നതായി നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്തരം കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ച്, മാത്രമല്ല കുടുംബങ്ങളുമായുള്ള ബന്ധം ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട വാത കഴിഞ്ഞു പോയാൽ നമ്മുടെ ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ വേണ്ടിയുള്ള ഊർജിതമായ തീരുമാനമുണ്ടാകണം. കാരണം ഞാൻ നിസ്കരിച്ചു, നോമ്പെടുത്തു, ഖുർആൻ ഓതി, ഹജ്ജ് നിർവഹിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് പറയുന്ന മതമല്ല ഇസ്ലാം. നിസ്കരിച്ചാലും നോമ്പെടുത്താലും സിയാറത്ത് നടത്തിയാലും ഒക്കെ സ്വർഗ്ഗത്തിൽ പോകാമെന്ന് പറയുന്ന മതമല്ല ഇസ്ലാം. മറിച്ച് അല്ലാഹുമായുള്ള കടപ്പാടുകളൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സൃഷ്ടികളുമായി നമുക്ക് എന്തെല്ലാം കടപ്പാടുകളുണ്ടോ അത് മുഴുവനും നിർവഹിച്ചെങ്കിലേ, പൂർത്തീകരിച്ചെങ്കിലേ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഞാൻ ചെയ്യുന്ന നമസ്കാരങ്ങൾ, എന്റെ നോമ്പുകൾ, എന്റെ സകാത്ത്, എന്റെ ഹജ്ജ് കാര്യങ്ങൾ മാത്രം പോരാ. മറിച്ച് എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ എന്റെ മാതാപിതാക്കൾ സാക്രിഫൈസ് ചെയ്യണം. എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ എന്റെ ഭാര്യ സാക്രിഫൈസ് ചെയ്യണം. എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ എന്റെ മക്കൾ സാക്രിഫൈസ് ചെയ്യണം. എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ എന്റെ അയൽവാസികൾ സാക്രിഫൈസ് ചെയ്യണം. എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഞാൻ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികൾ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം. എന്റെ മാതാപിതാക്കൾ പറയണം, നല്ല മോനായിരുന്നു, അനുസരണമുള്ള മോനായിരുന്നു, മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങളോട് കാണിക്കേണ്ട മര്യാദകൾ കാണിച്ചിട്ടുണ്ട് എന്ന് ഉപ്പയും ഉമ്മയും പറഞ്ഞാലല്ലാതെ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രീതി, അല്ലാഹുവിന്റെ ഇഷ്ടം മാതാവിന്റെയും പിതാവിന്റെയും ഇഷ്ടത്തിലാണ്. അല്ലാഹുവിന്റെ വെറുപ്പ് മാതാവിന്റെയും പിതാവിന്റെയും വെറുപ്പിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹ് എന്ന പുണ്യകർമ്മത്തിലൂടെ ജീവിതത്തിലേക്ക് നാം ഏറ്റെടുത്ത പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയുമായുള്ള കിടപ്പാടുകൾ തീർക്കാതെ, അവളെ സ്നേഹിക്കാതെ, അവളുമായുള്ള ബന്ധങ്ങൾ പുലർത്താതെ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളോട് നാം അവരോട് കാണിക്കേണ്ട സ്നേഹബന്ധങ്ങൾ, അവരോട് കാണിക്കേണ്ട പരിപാലനങ്ങൾ അത് നിർവഹിക്കാതെ നമുക്കൊരിക്കലും സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. നമ്മുടെ വീട്ടിന്റെ ചാരത്ത് താമസിക്കുന്ന അയൽവാസികൾ, ആ അയൽവാസികളോട് കാണിക്കേണ്ട അയൽപ്പക്ക ബന്ധം പുലർത്താതെ സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. പോകട്ടെ, ഒരു വിശ്വാസിയോട് വെറുപ്പുണ്ടോ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയുമെന്ന കാര്യം സംശയമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലിൽദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഖുർആൻ പഠിപ്പിച്ച ദുആ കൂടിയാണ്. പടച്ചവനെ ഞങ്ങൾക്ക് പൊറുക്കണമേ, വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പ് ഈമാൻ കൊണ്ട് കടന്നുപോയ ആരെല്ലാം ഉണ്ടോ, ആരെല്ലാം വിശ്വാസികളുണ്ടോ അവർക്കെല്ലാവർക്കും പൊറുക്കണേ അല്ലാഹ്. കഴിഞ്ഞ കാല മുഅ്മിനീങ്ങൾക്ക് മുഴുവനും ദുആ ചെയ്യാതെ നമുക്ക് വിശ്വാസിയാകാൻ പറ്റില്ല. മമ്പുറന്തങ്ങൾക്ക് ദുആ ചെയ്യാതെ വിശ്വാസിയാകാൻ പറ്റില്ല. ഹദറമൗത്തിൽ നിന്ന് തങ്ങളവർക്കുള്ള കുടുംബം പറിച്ചുവിടേക്ക് നട്ടുബന്ധിന ഈ നാടിന് പുണ്യമാക്കാനാണ്. ഈമാന്റെ പ്രകാശം കൊണ്ട് ഈ നാടുകളെ വിളയിപ്പിക്കാൻ വേണ്ടിയാണ്.
നമ്മുടെ മനസ്സുകളെ ഈമാന്റെ നൂർ നമുക്കുള്ള കൽബുകളിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല കഴിഞ്ഞുപോയ വിശ്വാസികൾ മുഴുവനും അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ വിശ്വാസികൾക്കും പൊറുക്കണമേ. എന്നിട്ട് പറയുന്നു, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. മുഅ്മിനീങ്ങളോട് ഒരു നിലക്കുള്ള വിദ്വേഷവും വെറുപ്പും നിങ്ങളുടെ കൽബിലുണ്ടാക്കരുത്. അല്ലാഹ് ഒരു നിലക്കുള്ള വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കരുത്. കാരണം മുഅ്മിനോടുള്ള വെറുപ്പ്, മുഅ്മിനോടുള്ള ശത്രുത, മുഅ്മിനോട് കാണിക്കുന്ന അകൽച്ച റബ്ബുമായുള്ള അകൽച്ചയാണ്, റബ്ബിനോടുള്ള യുദ്ധമാണ്. മൻ ആദാലി വലിയൻ ഫഖദ് ആനന്തു ബിൽ ഹറബ്. എന്റെ വലിയനോട്, എന്റെ സാമീപ്യം പുൽകിയ ആളോട് ആരെങ്കിലും ശത്രുതാപരമായി പെരുമാറിയാൽ, ബുദ്ധിമുട്ടിച്ചാൽ അവനുമായി ഞാൻ സമരത്തിലാണ്, യുദ്ധത്തിലാണെന്ന് റബ്ബ് തആല പറയുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നാം ഇടപെട്ടുകൊണ്ട് ജീവിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ വിശ്വാസികൾ ആർക്കും നാമമായി ഏതെങ്കിലും നിലക്കുള്ള വെറുപ്പുണ്ടെങ്കിൽ സ്വർഗരാജ്യം പുൽകാനാകില്ലെന്ന് പഠിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാമെങ്കിൽ നാം മനസ്സിലാക്കണം, ഈ ബന്ധങ്ങളൊക്കെ ഊഷ്മളമാക്കിയിട്ട് വേണം റബ്ബിനോട് നാം ദുആ ചെയ്യാൻ. മാത്രമല്ല, കുടുംബബന്ധം മുറിച്ചവൻ ഒരു സദസ്സിലുണ്ടെങ്കിൽ അവൻ ആ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയില്ല എന്ന് ഉലമാവ് പഠിപ്പിക്കുന്നുണ്ട്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹു നമ്മിൽ കടമയാക്കിയിരിക്കുന്ന എല്ലാ കടമകളെയും പ്രത്യേകിച്ചെല്ലാ ബന്ധങ്ങളെയും പാലിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പോലെ ജീവിക്കാൻ നാം തയ്യാറായാൽ നാം ചെയ്യുന്ന ഒരു ദുആ മതി പ്രിയമുള്ളവരെ നമുക്ക് രക്ഷപ്പെടാൻ. നാം ആലോചിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മജ്ലിസ് സംഘടിപ്പിച്ചുകൊണ്ട് ദീനീ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മജ്ലിസ് നടക്കുന്നിടയിൽ ഒരു സഹോദരി ഓടി വന്നുകൊണ്ട് ഒരു സഹാബിയെ വിളിക്കുകയാണ്. ആ സഹാബിയെ വിളിച്ചിട്ട് പറയുന്നു, പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ ആലയിൽ കെട്ടിയ കുതിര കൊണ്ടല്ലോ, ആ കുതിരയ്ക്ക് ശൈത്താൻ പിടിച്ചിട്ടുണ്ട്, പൈശാചിക ബാധയുണ്ട്, അത് ഇളകി മറിയുന്നുണ്ട്, തുള്ളുന്നുണ്ട്. അതുകൊണ്ട് വന്നെന്ന് അതിനെ നിയന്ത്രിക്കണം. ബഹുമാനപ്പെട്ട സ്വഹാബിയോട് ഇത് ചെയ്യാൻ വേണ്ടി ആ സഹോദരി ആവശ്യപ്പെട്ടപ്പോൾ ആ സ്വഹാബി മറ്റുള്ളവരെ വിളിക്കുകയാണ്, ആർക്കെങ്കിലും എന്നെ സഹായിക്കാനാകുമോ? ആർക്കെങ്കിലും ഈ മന്ത്രിച്ചുകൊണ്ട് ആ കുതിരയൊന്ന് അടക്കാനാകുമോ? ആ സമയത്ത് മറ്റൊരു സഹാബിവര്യൻ അദ്ദേഹത്തിന് ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ടവനെ, മറ്റാരെയും വിളിക്കേണ്ട ആവശ്യമില്ല, നീ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. നീ ചെന്ന് ആ പൈശാചിക ബാധയുള്ള കുതിരയുടെ ഒരു ചെവിയിൽ നീ മന്ത്രിക്കണം. അത് കഴിഞ്ഞ അടുത്ത ചെവികളിൽ നീ മന്ത്രിക്കണം. ഇത് റസൂല് പഠിപ്പിച്ച മന്ത്രമാണ്, റസൂൽ ചെയ്യാൻ പറഞ്ഞ ദുആയാണ്. ഇത് നടത്തിയാൽ നിന്റെ ആ കുതിരയുടെ പൈശാചിക ബാധ ഇല്ലായാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അനുജന്മാരിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ സ്വഹാബി പഠിപ്പിച്ച പോലെ ഈ സ്വഹാബി ചെന്നുകൊണ്ട് കുതിരയുടെ ഒരു ചെവിയിൽ മന്ത്രിക്കുകയാണ്, അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ്, അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ് റബ്ബന്നാസ് ഫശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. റസൂൽ പഠിപ്പിച്ച ദുആയാണ്, അല്ലാഹുവേ അദ്ഹിബിൽ ബഅസ, ഈ മൃഗത്തിലുള്ള ഈ കുതിരയിലുള്ള എല്ലാ വിഷമങ്ങളെയും നീക്കണേ, പോക്കണേ. ലാ ബഅസ് ലാ റബ്ബന്നാസ്, ലോകത്തെ ജനങ്ങൾക്കുള്ള രക്ഷിതാവായ റബ്ബേ, വിഷമങ്ങൾ തീർക്കണേ. ഇശ്ഫി അൻത ശാഫി, നീയാണല്ലോ സംസമിപ്പിക്കുന്നവൻ, ശിഫയാക്കണേ അല്ലാഹ്. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയില്ലല്ലോ, അതുകൊണ്ട് ശിഫാൻ തഅമ്മ ലാ യുഗാദിറു സഖമൻ വലാ അലമാ, ഒരു രോഗവും ഒരു വേദനയും ബാക്കിയാകാത്ത വിധം ഈ കുതിരയിലുള്ള ഈ മൃഗത്തിലുള്ള എല്ലാ വിഷമങ്ങളെയും പോക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്താൽ, ഇരു ചെവികളിൽ മന്ത്രിച്ചാൽ നിന്റെ കുതിരയുടെ എല്ലാ വിഷമങ്ങളും തീരുമെന്ന് സ്വഹാബി പഠിപ്പിക്കുന്നു. ഈ സ്വഹാബി ചൊല്ലുകൊണ്ട് പറയുന്നു, അത് ചൊല്ലുന്നു, അപ്പോഴേക്ക് ആ കുതിരയുടെ എല്ലാ വിഷമങ്ങളും തീരുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഉലമാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമോ സ്വഹീഹുൽ ബുഖാരി പരിശോധിച്ചാൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകരുടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളിൽ 30 പേർ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഗ്രാമത്തിലേക്ക് പോവുകയാണ്.
ആ ഗ്രാമത്തിൽ ചെന്നുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സ്വഹാബികൾക്കുള്ള ദഅവത്തിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവർ അവരെ ആട്ടിപ്പുറത്താക്കുകയാണ്. അവസാനം വിഷമത്തോടുകൂടെ അടുത്ത ഗ്രാമത്തിൽ പോയി വിശ്രമിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ നിന്നൊരാൾ ഓടി വന്നുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്ന ആളുണ്ടോ? ആരെങ്കിലും മന്ത്രിക്കാൻ പറ്റിയ ആളുണ്ടോ? ഞങ്ങളുടെ നേതാവിന് കബീലയുടെ നേതാവിന് പാമ്പ് കടിച്ചിരിക്കുന്നു. വിഷം കയറിയിട്ട് ആ സഹോദരൻ, ആ നേതാവ്, ആ കബീലയുടെ നേതാവിന്റെ വിഷമിക്കുകയാണ്. അതുകൊണ്ട് മന്ത്രിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അവരെ പരസ്പരം സംസാരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ മന്ത്രിക്കുന്ന ആൾ ആരുമില്ല. ആ സമയത്തൊരു സഹാബി ചോദിച്ചു, എല്ലാവർക്കും സമ്മതമാണെങ്കിൽ അമീറിനോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ പോകാം, ഞാൻ മന്ത്രിക്കാം. സമ്മതം കൊടുത്തു. ആ ഗ്രാമത്തിലേക്ക് ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബിവര്യൻ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനും ശമനമാണ് ഫാത്തിഹ എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ പരിശുദ്ധമാക്കപ്പെട്ട വാക്കിനെ നൃത്തമാക്കി ഈ സ്വഹാബി ചെന്നുകൊണ്ട് വിഷം കയറി പ്രയാസപ്പെട്ടുകൊണ്ട് മരണത്തോട് മല്ലിടുന്ന സഹോദരൻ മന്ത്രിക്കുന്നു. മന്ത്രിച്ചപ്പോഴേക്ക് മരണത്തോടെ മല്ലിടുന്ന സഹോദരൻ അവിടെ നിലനിൽക്കുകയാണ്. രോഗം മാറി പൂർവാധികം ശക്തിയോടുകൂടി എഴുന്നേറ്റ് വരികയാണ്. സന്തോഷം കൊണ്ട് ആ കബീലയുടെ നേതാവ് 30 ആടുകളെ സമ്മാനമായി കൊടുക്കുകയാണ്. 30 ആടുകളെ സമ്മാനം കൊടുത്തു. മന്ത്രിച്ചെന്ന് കൈമടക്കം കൊടുത്തൊരു 30 ആട്. 30 ആടുകളെ കൊണ്ട് അദ്ദേഹം തിരിച്ചു വരേണ്ടത്. പിന്നെ സഹാബികൾക്കിടയിൽ ചർച്ച, അല്ല നീ എപ്പോഴാ മന്ത്രം പഠിച്ചത്? ആരാ നിന്നെ മന്ത്രം പഠിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ചുണ്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ, അത് ഞാൻ മന്ത്രിച്ചു, രോഗം മാറി. ശരി, നിനക്ക് 30 ആടുകളെ കൈമടക്കോ, 30 ആടുകളെ സമ്മാനമോ, ഇത് പറ്റോ ഇല്ലേ എന്നവർക്കിടയിൽ ചർച്ചയായ സമയത്ത് ഈ വിഷയം ഇലാ ഹദ്റത്ത് റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ചെന്നു. റസൂലുള്ളാഹിന്റെ ഹദ്റത്തെത്തി. റസൂൽ കാര്യം അന്വേഷിച്ചു. ആ സമയത്ത് റസൂൽ ചോദിച്ചു, നീ എന്താണ് മന്ത്രിച്ചത്? അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ നാക്കിൽ നിന്ന് ഞാൻ കേട്ട കാര്യമാണ്, ഫാത്തിഹ എല്ലാറ്റിനും ശിഫയാണെന്ന്. അത് മന്ത്രിച്ചപ്പോഴേക്ക് ആ കബീലയുടെ നേതാവിന്റെ സർവ്വരോഗവും മാറി. അതിൽ സന്തോഷം പ്രകടിപ്പിച്ച് എനിക്ക് 30 ആടുകൾ നൽകിയിരിക്കുന്നു. റസൂൽ പറഞ്ഞു, എത്ര ആളുകളാണ് നിങ്ങൾ? ഞങ്ങൾ 30 ആടുകളുണ്ട്. റസൂൽ പറയുന്നു, എന്നാൽ 30 ആടുകളല്ലേ, 30 ആളുകളും 30 ആടുകളും 31 ഓഹരിയാക്കണം. ഒരു ഓഹരി എനിക്കും തരണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എല്ലാം പരിശുദ്ധ ഖുർആനാണ്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. പരിശുദ്ധ ഖുർആൻ ശിഫയും റഹ്മത്തുമാണ്. പക്ഷേ ആർക്കാ? ഈമാനുള്ളവർക്ക് ശിഫയാണ്, റഹ്മത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, അതായത് ഈമാനിയായ ജീവിതം, അതാണ് നമ്മൾ ദുആകൾ സ്വീകരിക്കപ്പെടാനും നമ്മുടെ വിഷമങ്ങൾ തീരാനും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനുമുള്ള ഹേതുവായി, കാരണമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ ജീവിത വിശുദ്ധി കൊണ്ടോ നമ്മുടെ വ്യക്തി ജീവിതം വിശുദ്ധമാണോ എങ്കിൽ നമ്മുടെ എല്ലാ മേഖലയും രക്ഷപ്പെടും. നാം മനസ്സിലാക്കണം, അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ, അവരുടെ പിതാവ് സാലിഹ് എന്നവർ, മാതാവ് ഫാത്തിമ എന്നവർ എങ്ങനെയാണ് മോനെ വളർത്തിയത്? പ്രിയപ്പെട്ട ഉപ്പമാർ ചിന്തിക്കണം, പ്രിയപ്പെട്ട ഉമ്മമാർ കേൾക്കണം. അതായത് മക്കളെ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് മീഡിയം തേടിക്കൊണ്ട് പറഞ്ഞു വിടുന്നവരാണ്. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പേര് മാത്രം പറഞ്ഞ് മതവിദ്യാഭ്യാസം പോലും നിരാകരിക്കപ്പെടുന്ന, മദ്രസ വിദ്യാഭ്യാസം നിരാകരിക്കപ്പെടുന്ന, അങ്ങനെ മദ്രസ പഠിക്കാതെ, മതം പഠിക്കാതെ, മതബോധമില്ലാതെ ഇംഗ്ലീഷുകാരായി മാറുന്ന, മറാത്തിക്കാരനാകുന്ന വിഷയത്തിൽ ആവേശം കാണിക്കുന്ന രക്ഷിതാക്കളല്ലേ നാം. എന്നാൽ മനസ്സിലാക്കണേ, നാം തിരിച്ചറിയണേ, പ്രിയപ്പെട്ട മക്കൾ സ്കൂളിൽ പോയി തിരിച്ചു വന്നാൽ, വൈകുന്നേരം വന്നാൽ അല്പം എഡ്യൂക്കേറ്റഡായ വിദ്യാഭ്യാസം രക്ഷിതാക്കൾ മക്കളെ വിളിക്കുകയാണ്. മോനോട് ചോദിക്കുന്നു, മോളെ നിന്റെ ഡയറി ഒന്ന് താ, ഞാനൊന്ന് വായിക്കട്ടെ. നിനക്ക് വന്ന ഹോംവർക്കുമുണ്ടോ? എന്തെല്ലാം പഠിപ്പിച്ചു, ഏതെല്ലാം വിഷയം എടുത്തു, എന്തെല്ലാം എടുത്തു?
കൊണ്ടുപോയ ഭക്ഷണം കഴിച്ചോ, നീ നന്നായി കഴിച്ചോ, നിന്റെ വിശപ്പ് മാറിയോ, എല്ലാം ചോദിക്കുന്നു. പക്ഷേ ഒരു ഉപ്പയും ഉമ്മയും ചോദിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മോനെ അല്ലെങ്കിൽ മോനെ, നീ ളുഹർ നിസ്കരിച്ചിരുന്നോ? ചോദിക്കുന്ന ഉപ്പമാരുണ്ടോ? പ്രിയമുള്ളവരെ, ആലോചിക്കേണ്ട വിഷയമാണ്. എന്താണ് നീ പഠിച്ചത് മോളെ? എന്തൊക്കെ നീ പഠിച്ചു? എന്തെല്ലാം ഹോംവർക്ക് ഉണ്ട്? എല്ലാം അന്വേഷിക്കുമ്പോഴും മതപരമായ ഒരു ചോദ്യം പോലും നമ്മിൽ നിന്ന് വരാറുണ്ടോ? നാം ആലോചിക്കേണ്ട വിഷയമാണ്. എന്നാൽ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഉപ്പ സാലിഹ് എന്നവർ, പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ എന്നവർ, രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട കുടുംബമാണ്. മകന് ഭക്ഷണം കൊടുക്കാൻ തന്നെ വളരെ പ്രയാസമാണ്. എന്നാലും ചെറുപ്പകാലം മുതലേ അള്ളാഹുവിലുള്ള ഭക്തി, അള്ളാഹുവെക്കുറിച്ചുള്ള ഭയപ്പാട് മനസ്സിലുണ്ടാക്കാൻ ഈ ഉമ്മയും ഉപ്പയും വിജയിച്ചിരുന്നു. അങ്ങനെ എന്നും രാവിലെ മദ്രസയിലേക്ക് പോകുന്ന മകൻ ഉച്ചനേരമാകുമ്പോൾ തിരിച്ചു വരും. അബ്ദുൽ ഖാദിർ എന്ന മകൻ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ വിശന്നു കൊണ്ടുവരുന്ന മകൻ ഉമ്മയെ വിളിച്ചുകൊണ്ട് ഭക്ഷണം ആവശ്യപ്പെടും. ഒരു ദിവസം പ്രിയപ്പെട്ട പിതാവ്, മകൻ അല്പം വലുതായപ്പോ പ്രിയപ്പെട്ട പിതാവ് സാലിഹ് എന്ന പിതാവ് ഭാര്യയോട് പറയുന്ന, ഫാത്തിമ എന്ന അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മാതാവിനോട് പറയുന്നു, പ്രിയപ്പെട്ടവളെ, എന്നും മദ്രസ വിട്ടുകൊണ്ട് മകൻ വന്നു കഴിഞ്ഞാൽ നിന്നോട് ആ ഭക്ഷണം ആവശ്യപ്പെടാറുണ്ടല്ലോ. ഇനി നീ ചെയ്യേണ്ട കാര്യം, മകൻ ആവശ്യപ്പെട്ടാൽ, ഭക്ഷണം ആവശ്യപ്പെട്ടാൽ നീ പറയണം, മോനെ, ഞാനല്ലല്ലോ ഭക്ഷണം തരുന്നയാള്, ഞാനല്ലല്ലോ നിനക്ക് റിസ്ക് തരുന്നയാള്, അല്ലാഹുവാണല്ലോ റാസിഖ്, അല്ലാഹുവാണ് റിസ്ക് തരുന്നവൻ. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്ക്, എന്നോട് ചോദിച്ചിട്ടുണ്ടാ കാര്യം? അപ്പോ മോൻ ചോദിക്കും, അതിനെങ്ങനെയാ റബ്ബിനോട് ചോദിക്കുക? നീ പറഞ്ഞു കൊടുക്കണം, മോനെ, മദ്രസ വിട്ടില്ലേ, ഇനി ഒന്ന് വുദു കൊടുക്ക്, മുസല്ലാവിലേക്ക് നിസ്കരിക്ക്, എന്നിട്ട് റബ്ബിനോട് നീ ഒന്ന് പറ, റബ്ബിനോട് നീ ഒന്ന് ദുആ ചെയ്യ്. ദുആ ചെയ്താൽ, ദുആ ചെയ്തിട്ട് നീ ആ വിധി എന്ന് മാറ്റി നോക്കിയാൽ അവിടെ നിനക്ക് വേണ്ട ഭക്ഷണമുണ്ടാകുമെന്ന് ഫാത്തിമ എന്ന മാതാവ്, സാലിഹ് എന്ന പിതാവെന്ന കൽപ്പന പ്രകാരം മകൻ അബ്ദുൽ ഖാദിർ ജീലാനി ഭക്ഷണം ഇവരെ റെഡിയാക്കി വെക്കുന്നതാണ്. പക്ഷെ ചെറുപ്പത്തിൽ ഈ ശീലം ഉണ്ടാക്കുകയാണ്, നിസ്കരിപ്പിക്കുന്ന ശീലം. അങ്ങനെ റബ്ബിനോട് പറഞ്ഞ് റബ്ബിന്റെ പക്കൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് വരുത്തുന്ന ഒരു ശീലം ബഹുമാനപ്പെട്ടവർ ശീലിപ്പിക്കുകയാണ്. അങ്ങനെ മകൻ വുദൂ ചെയ്ത മുസല്ലാതെ നിസ്കരിച്ച് ദുആ ചെയ്തു. ദുആ ചെയ്ത് ആ കറ്റം നീക്കുമ്പോഴേക്ക് അവരുടെ ഭക്ഷണം റെഡി. എന്നും അങ്ങനെ ചെയ്യാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. ഒരു ദിവസം രണ്ടുപേരും മാതാവും പിതാവും പുറത്തേക്ക് പോവുകയാണ്. എന്നും അവർ ഭക്ഷണം റെഡിയാക്കി അവിടെ വെക്കാറാണ്. എന്നാൽ അവർക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം, ഇന്നും മദ്രസ വിട്ട് വന്നാൽ മകൻ ഇതുപോലെ ചെയ്യും. അവൻ കഷ്ടം നീക്കി നോക്കിയാൽ നമ്മളില്ലാത്തതുകൊണ്ട് ഭക്ഷണമുണ്ടാകില്ല. അതുകൊണ്ട് കാര്യം വഷളാകുമല്ലോ. മാതാവിന്റെയും പിതാവിന്റെയും മനസ്സുവല്ലാത്ത വിഷമം. രണ്ടുപേരും പോയി. പക്ഷേ വൈകുന്നേരമായിട്ട് തിരിച്ചു വന്നു. മോനെ വിളിച്ചു, മോനെ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നോ? അതേ, കഴിച്ചിരുന്നു. എവിടെ നിന്ന് കിട്ടി ഭക്ഷണം? എന്താവുന്ന അങ്ങനെ ചോദ്യം. എന്നും എനിക്ക് ഭക്ഷണം കിട്ടുന്ന അതേ സ്ഥാനത്ത് എനിക്ക് ഭക്ഷണം കിട്ടി. എന്നും ഞാൻ ഒന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മുസല്ലാതെ നിസ്കരിക്കാറുണ്ടല്ലോ, നിസ്കരിച്ച ശേഷം പടച്ചവനോട് റിസ്ക് ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ ഞാൻ ആ വിളി നീക്കിയാൽ എനിക്കവിടെ ഭക്ഷണം ലഭിക്കാറുണ്ടല്ലോ. എന്തും ഞാൻ അങ്ങനെ ചെയ്തു. ആ വിളി നീക്കി നോക്കിയപ്പോൾ എനിക്ക് ഭക്ഷണം ലഭിച്ചതെന്ന് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പൊന്നുമോൻ മാതാപിതാക്കളോട് പറയുമ്പോ ഉപ്പ പറയുന്നു, ഉമ്മയോട് കാര്യം ട്രാക്കിൽ കയറിയിരിക്കുന്നു. ഇപ്പൊ ലെവലായി, ഇപ്പൊ റെഡിയായിട്ടുണ്ട് കാര്യം, ഇപ്പൊ ട്രാക്കിൽ ശരിക്ക് കയറിയിട്ടുണ്ട്. ഇനി കാര്യം മുന്നോട്ട് പോകുമെന്ന് സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഫാത്തിമയോട് പറയുന്നു. ആരാ സാലിഹ് എന്നവർ? നമ്മൾ പലപ്പോഴും മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് പറയുമ്പോൾ കേട്ട സംഭവമാ അല്ലേ? വെള്ളത്തിലൂടെ ഒഴുകി വന്ന് അത്തിപ്പഴം കഴിച്ചു, പിന്നീട് അതിനുവേണ്ടി വിവാഹം കഴിച്ച അംഗവൈകല്യമുണ്ട് എന്ന് അമ്മോഷൻ പറഞ്ഞ പെണ്ണ ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണ്. അംഗവൈകല്യം ഈ നിലക്കുള്ള അംഗവൈകല്യമായിരുന്നില്ല. ഹറാമ് കാണാത്ത, ഹറാമ് കേൾക്കാത്ത, ഹറാമ് സംസാരിക്കാത്ത, ഹറാമ് കുടിക്കാത്ത, ഹറാമിലേക്ക് നടന്നു പോകാത്ത കൈകൾ ഉള്ള എന്നർത്ഥത്തിലായിരുന്നു അംഗവൈകല്യം അന്ന് ആ പിതാവ് പറഞ്ഞത്. എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു വിശുദ്ധമായ ജീവിതം അവരിലുണ്ടായപ്പോൾ അവരുടെയൊക്കെ ജീവിത നിലവാരങ്ങൾ ഈമാന്റെ അടിത്തറയിൽ പാകപ്പെട്ടപ്പോൾ അവർക്ക് എല്ലാ നിലക്കുമുള്ള വിജയമുണ്ടാകാൻ കഴിഞ്ഞെങ്കിൽ നമ്മളും ആ ഒരു തരത്തിൽ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് വിശ്വാസികളായി ജീവിക്കാൻ നാം തയ്യാറാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിന്റെ വിശുദ്ധി നാം ഏറെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയാണ് എന്ന് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്.
ഒരിക്കൽ സ്വഹാബികളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ കപ്പൽ കയറി അവർ യാത്ര പോവുകയാണ്. താബിഈങ്ങളിൽപ്പെട്ട ചില മഹാന്മാർ, സ്വഹാബികളെ കണ്ട താബിഈങ്ങളിൽപ്പെട്ട ചില മഹാന്മാർ, അങ്ങനെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കപ്പൽ കാറ്റിലും കോളിലും പെട്ടുകൊണ്ട് ആ കപ്പൽ മറിയാൻ പോകുന്ന അവസ്ഥയിൽ ഒരു ദ്വീപിലേക്ക് പെട്ടെന്നെത്തി അവർ രക്ഷപ്പെട്ടു. ആ ദ്വീപിൽ പോയി നോക്കുമ്പോൾ അവിടെ കാണുന്ന ഒരൊറ്റ മനുഷ്യൻ, ഒരൊറ്റൊരാള്, അദ്ദേഹം ഒരു വിഗ്രഹത്തെ വെച്ചുകൊണ്ട് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരാളുമില്ല. ഇവരത്ഭുതപ്പെട്ടു, ഇയാൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്, ഇയാൾക്ക് എന്താ ഇവിടെ സജ്ജീകരണങ്ങളുള്ളത്, വല്ലാത്ത അവർ ചിന്തയില. അവർ ചെന്നു, ഈ മനുഷ്യനെ പരിചയപ്പെട്ടു. ആ സമയത്ത് അവരിങ്ങനെ സംസാരമധ്യേ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഉപകാരം ചെയ്യാത്ത, ഉപദ്രവമിപ്പിക്കാൻ കഴിയാത്ത ഈ വിഗ്രഹത്തെ എന്തിന് ആരാധിക്കണം? നിങ്ങൾക്ക് ഏകനായ അല്ലാഹുവിനെ ആരാധിച്ചുകൂടെ? അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ക്ഷീണം വരാത്ത, അവശത വരാത്ത, എന്നും ജീവിച്ചിരിക്കുന്ന, എന്നും നിലനിൽക്കുന്ന, എല്ലാവരെയും നിയന്ത്രിക്കുന്ന, എല്ലാവരും അവനെ ആശ്രയിക്കുന്ന ഏകനായ അല്ലാഹുവിനെ ആരാധിച്ചുകൂടെ? ലോകത്തുള്ള എല്ലാം നശിച്ചാലും നശിക്കാത്ത ഒന്ന് അല്ലാഹുവാണ്. ഹുവൽ അവ്വലു വൽ ആഖിർ, അവനാണ് ആദ്യത്തവൻ, അവനാണ് അവസാനത്തവൻ. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാവരും നശിക്കും. നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരമടിക്കും. എല്ലാം നശിപ്പിച്ച് എല്ലാവരുടെയും ആത്മാക്കളെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അസ്രായീലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അസ്രായീൽ ഇനി ആര് ബാക്കിയുണ്ട്? ഇനി ആര് ബാക്കിയുണ്ട്? അസ്രായീൽ പറയും, അന വ അൻത യാ റബ്ബ്, റബ്ബേ ഞാനും നീയും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അല്ലാഹു തആല അസ്രായീലിനോട് പറയുന്നു, ബൈനൽ ജന്നതി വന്നാർ ഫദുഖ് മിറാറത്തൽ മൗത്ത്. അസ്രായീൽ ആ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ആ സ്ഥലത്ത് നിൽക്ക്, എന്നിട്ട് നീയും മരിക്കും. എല്ലാവരുടെയും ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോയ മലക്കുൽ മൗത്തിനോട് അസ്രായീലിനോട് മരിക്കാൻ റബ്ബ് ആവശ്യപ്പെടുമ്പോ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രായീൽ അതിശക്തമായ കരച്ചിൽ കരയുമത്രേ. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ആ സമയം എങ്ങനെയുള്ള കരച്ചിലാണെന്നറിയോ? ആ കരച്ചിലെങ്ങാണ്ട് ആരെങ്കിലും കേട്ടുപോയാൽ, ആ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകാൻ, അവൻ മരിച്ചു പോകുന്ന രീതിയിലുള്ള ശബ്ദത്തോടു കൂടെയായിരിക്കും, ഉച്ചത്തിലായിരിക്കും മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരയുക. അത്ര ഉറക്കെ കരയുന്നു. അല്ലാഹ് ചോദിക്കും, അല്ല അസ്രായീലേ, ഇന്നക അൻത അദഖ്ത ഇബാദി മിറാറത്തുൽ മൗത്ത്, നീയല്ലേ എന്റെ അടിമകളെ മരണത്തിന്റെ കൈപ്പേറിയ അനുഭവം രുചിപ്പിച്ചത്? നീയല്ലേ എല്ലാവർക്കുമല്ല ആത്മാവിനെ പിടിച്ചത്? എന്നിട്ട് നിന്നോട് മരിക്കാൻ പറയും, നിനക്ക് വിഷമമോ? അല്ലാഹു സ്വർഗത്തിന്റെ നരകത്തിന്റെയും ഇടയിലുള്ള ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് അസ്രായീലിനോട് മരിക്കാൻ പറയും. അസ്രായീൽ മരിക്കുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ക്ഷീണമില്ലാത്ത, അവശതയില്ലാത്ത, ഉറക്കമില്ലാത്ത, എന്നും ജീവിച്ചിരിക്കുന്ന ഖയ്യൂമായ അല്ലാഹ്, ഈ റബ്ബിനെ ആരാധിച്ചുകൂടെയെന്ന് ഈ വിഗ്രഹാരാധകനായ ദ്വീപിൽ കഴിയുന്ന ഏക മനുഷ്യനോട് ചോദിക്കുകയാണ്. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായി. അങ്ങനെ ഈ താബിഈങ്ങളുടെ കൂടെ അദ്ദേഹം കപ്പൽ കയറി രക്ഷപ്പെടുകയാണ്, നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വന്ന് നാട്ടിലെത്തി താമസ സൗകര്യങ്ങളെല്ലാം ഈ താബിഈങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ 600 വെള്ളി ഈ മനുഷ്യന് വെച്ചു കൊടുക്കുകയാണ്. മുസ്ലിമായി വന്ന, വിഗ്രഹാരാധന വിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആ സഹോദരനിൽ യാത്രയ്ക്ക് വേണ്ടി 600 വെള്ളി വെച്ചു കൊടുക്കുകയാണ്. ഇത് കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ ആ സഹോദരൻ ചോദിക്കുന്നത്, ഇതെന്തിനാണ്? എന്തിനാണ് 600 വെള്ളി? ഇതിന്റെ ആവശ്യം എന്താണ്? അവർ പറഞ്ഞു, ഭക്ഷണം കഴിക്കണ്ടേ, വിശപ്പ് വരൂലേ, പ്രയാസങ്ങളുണ്ടാവൂലേ? അദ്ദേഹം പറഞ്ഞു, ഓ ഭക്ഷണമോ? ഭക്ഷണം കഴിക്കാനോ?
നിങ്ങളാരുമില്ലാത്ത, ഒരാളും സഹായിക്കാനില്ലാത്ത, ഒരു നിലക്കും സഹായിക്കാൻ ആരും വരാത്ത ആ ദ്വീപിനകത്ത് ഏകാന്തനായി ഞാൻ കഴിയുമ്പോഴും എന്റെ പക്കൽ ഒന്നുമില്ലായിരുന്നില്ല. ഞാൻ ഭക്ഷണം ലഭിച്ചിരുന്നല്ലോ, എനിക്ക് ഭക്ഷണം ലഭിച്ചിരുന്നല്ലോ. എന്നിട്ട് എനിക്ക് ലോകത്തെ പടച്ച് പരിപാലിക്കുന്ന റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ആ സൗഭാഗ്യമുണ്ടായിരിക്കുന്നു. ആ റബ്ബിൽ ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു. എന്നാൽ ആ റബ്ബിൽ വിശ്വാസമർപ്പിച്ച എനിക്ക് എന്തിനാ 600 വെള്ളി? എനിക്കിതിന്റെ ആവശ്യമില്ല. ആ റബ്ബ് എനിക്ക് രണ്ടുമെല്ലാം തരുമെന്ന് പറഞ്ഞുകൊണ്ട് 600 വെള്ളി കൊടുത്ത സഹോദര സ്ഥാപനങ്ങൾക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് ആ സഹോദരൻ യാത്ര പോയി എന്ന് വരുമ്പോൾ, യാത്ര കൊടുങ്ങി എന്ന് വരുമ്പോൾ, പ്രിയമുള്ളവരെ, വിശ്വാസം യാഥാർത്ഥ്യമാണെങ്കിൽ, വിശ്വാസമുറച്ച വിശ്വാസമാണെങ്കിൽ അല്ലാഹുവിന്റെ സഹായം നമുക്ക് എല്ലാ രീതിയിലും ഉണ്ടാകും. അതുകൊണ്ട് നമുക്കുള്ള ഈമാന്റെ പ്രശ്നമാണ്, ഈമാന്റെ വൈകല്യമാണ്, വിശ്വാസങ്ങൾ വന്നുപോയ ചാബല്യമാണ്. നമുക്ക് വന്ന അബദ്ധമെങ്കിൽ അത് തിരുത്താനും നമ്മുടെ വിശ്വാസം ശരിയാക്കി, വ്യക്തിജീവൻ വിശുദ്ധമാക്കി, സാമ്പത്തിക രംഗം സംശുദ്ധമാക്കി അല്ലാഹുവിലേക്ക് വെക്കുവാൻ, അല്ലാഹുവിന്റെ ഇഖ്തിബാസിലായി മാറാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ഒരു ലക്ഷ്യത്തോടു കൂടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹദ്റത്തിൽ വന്ന ആളുകളാണ് ഞാനും നിങ്ങളും എല്ലാവരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വിശദമായി പറയുകയല്ല. നാം വിശുദ്ധരാണെങ്കിൽ അല്ലാഹു നമുക്ക് ഉത്തരം ചെയ്തിരിക്കും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ശക്തമായ ഒരു തീപിടുത്തമുണ്ടായി, അതിശക്തമായ തീപിടുത്തം. ആളുകൾ പരാതിയുമായി വന്നു. പരാതിയുമായി വന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് നോക്കിയിട്ട് തമീമുദ്ദാരിയെ വിളിച്ചു. തമീമുദ്ദാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, തമീമുദ്ദാരി, നീ പോവണം. നീ പോയിട്ട് ആ തീയിനോട് തിരിച്ചു പോകാൻ പറയണം. എവിടെ നിന്ന് വന്നു അങ്ങോട്ട് തിരിച്ചു പോകാൻ പറയണം. ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റഹിമഹുല്ലാഹ് ഉമർ ഫാറൂഖിന്റെ കൽപ്പന പ്രകാരം പോകാൻ തയ്യാറാവുകയാണെങ്കിലും അല്പം ധൈര്യക്കുറവ്. ഞാൻ പറഞ്ഞാൽ തീ പോകുമോ, തീ അണയുമോ? ഒരു വിഷമം. തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു ഉമർ ഫാറൂഖിനോട് പറയുമ്പോ ഉമർ ഫാറൂഖ് മറുപടി പറഞ്ഞു, തമീമുദ്ദാരി, നീ പോയിട്ട് തീയിനോട് തിരിച്ചു പോകാൻ പറയണം. ആ തീ തിരിച്ചു പോവുകയും വേണം. തിരിച്ചു പോയില്ലെങ്കിൽ എന്റെ വാളുകൊണ്ട് നിന്നെ ഞാൻ കൊന്നുകളയും. നിനക്കെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് നിന്നെ ശരിയാക്കുമെന്ന് സയ്യിദുനാ ഉമർ ഫാറൂഖ്. തമീമുദ്ദാരി ചെന്നുകൊണ്ട് തീയിനോട് തിരിച്ചു പോകാൻ തിരിച്ചു പോവുകയും ചെയ്തു. എന്തുകൊണ്ടാ? വ്യക്തിവിശുദ്ധി ഉണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അതുകൊണ്ട് നാം നല്ലവരാകാൻ, അബദ്ധങ്ങൾ വരാത്തവരാകുകയില്ല. നാം അബദ്ധങ്ങൾ വന്നിരിക്കും. ഇസ്മത്തിന്റെ കാലഘട്ടം പ്രവാചകന്മാരോട് കൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മിൽ വന്നുപോയ പാപങ്ങളിലൊക്കെ നാം പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങി ജീവിതം വിശുദ്ധമാക്കി തൗബ ചെയ്ത് നന്നായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടെയായിരിക്കണം, പ്രതിജ്ഞയോടുകൂടെയായിരിക്കണം ഈ മജ്‌ലിസിൽ നാം പിരിഞ്ഞു പോകുന്നത്. അതിന് പറ്റിയ ഒരു വർഷത്തിന്റെ പ്രാരംഭ രാവുകളിൽപ്പെട്ട ഒരു രാവിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഈ മാസത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ സ്വർഗ്ഗത്തിൽ നിന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മാത്രമല്ല, രോഗങ്ങളെ കൊണ്ട്, വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല രോഗശമനവും രോഗമുക്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തെ കഷ്ടപ്പെടുന്ന, ലോകരാജ്യങ്ങളിൽ വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക്, മുസ്ലിം സഹോദര സഹോദരിമാർക്ക് അല്ലാഹു തആല മോചനം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. എല്ലാവരും പരസ്പരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഞാൻ ഊന്നി പറയാണ്, ദുആ എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദുആ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ദോഷങ്ങൾ ചെയ്യാത്ത നാവ് കൊണ്ട് ദുആ ചെയ്യണം. സഹാബികൾ ചോദിച്ചു, മല്ലനാ ബിത്തിൽക്കൽ അൽസന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളിൽ ആർക്കാ അത്ര നാവുള്ളത്? നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദോഷം ചെയ്ത ആളുകളായിരിക്കും ഞങ്ങൾക്ക് ആർക്കെങ്കിലും നാക്കുണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിന്റെ അർത്ഥമെന്താ? ഞാൻ ദോഷം ചെയ്തത് എന്റെ നാവ് കൊണ്ടാ, നിങ്ങൾ ദോഷം ചെയ്തിരിക്കുക നിങ്ങളുള്ള നാവ് കൊണ്ടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്നാൽ ആ ദുആ റബ്ബ് തആല പെട്ടെന്ന് സ്വീകരിക്കുമെന്ന്, ഉത്തരം നൽകപ്പെടാൻ ഏറെ സാധ്യതയുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ വിജയം ദുആ കൊണ്ടാണ്.
313 പറഞ്ഞ സഹാബത്ത് റമദാൻ 17 റമദാൻ നിർബന്ധമാക്കപ്പെട്ട ഹിജ്റ വർഷത്തിലെ ഹിജ്റ വർഷമാകുന്ന 2ാം വർഷത്തിലെ 17ാം നോമ്പിന്റെ അന്ന് പകൽ നോമ്പെടുത്തുകൊണ്ട് ആയുധങ്ങളില്ലാതെ വിഷമുത്തിയ വയറും പൊട്ടിയ വാൾത്തലപ്പുകളുമായി കുന്തമണകളുമായി ശത്രുവിന്റെ മുമ്പിലേക്ക് ചെന്നുകൊണ്ട് ആയിരക്കണക്കായ ശത്രുക്കളോട് പോരടിച്ച് 313 സഹാബത്ത് വിജയിച്ചെങ്കിൽ അതിന്റെ പിന്നിലെ ചേരോപകാരം, അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഹേതു ഹബീബായ റസൂലുള്ളാഹ് തങ്ങൾക്കുള്ള ദുആയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ യുദ്ധം കൊടുമ്പിലുകൊണ്ട് അല്പമൊരു വിശ്രമമായപ്പോൾ ഞാൻ മെല്ലെ ഓടി വന്നു. റസൂലുള്ളാഹിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അരീസിലേക്ക് ഞാൻ വന്നു. നോക്കുമ്പോൾ റസൂലുള്ള സുജൂദിലാണ്. റസൂൽ ദുആ ചെയ്യാണ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യായ റബ്ബേ ഖയ്യൂമായ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സൂദിൽ കടന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഞാൻ തിരിച്ചുപോയി, വീണ്ടും യുദ്ധം ചെയ്തു. അല്പമൊരു വിശ്രമമായപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അപ്പോഴും റസൂൽ സൂദിൽ തന്നെയാണ്, ദുആയ തന്നെയാണ്. റസൂലുള്ളാഹിന്റെ ദുആക്കുള്ള ഉത്തരമാണ് ബദറിന്റെ വിജയമെങ്കിൽ, ലോകത്തെ പ്രവാചകന്മാർ നടത്തിയ മുഴുവൻ ദുആകൾക്കും റബ്ബത്താൽ ഉത്തരം കൊടുത്തെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഒരു ബദറിലേക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാവുക. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയത്, അവരൊക്കെ ദുആ ചെയ്തപ്പോൾ അല്ലാഹു കേട്ടിരുന്നു, അല്ലാഹു ഉത്തരം ചെയ്തിരുന്നു. അവരുടെ ജീവിത വിശുദ്ധിയായിരുന്നുവെങ്കിൽ ആ ജീവിത വിശുദ്ധിയിൽ നിന്ന് നമ്മിലേക്ക് അല്പം പകർത്താനുള്ള ഒരു ബോധമാണ്, ഒരു ചിന്തയാണ് നാം അവിടെ നിന്ന് പകർന്നെടുക്കേണ്ടത്. അല്ലാഹു നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കൽബിൽ അല്ലാഹു തആല ഈമാൻ കടത്തുമാറാകട്ടെ. കൽബിൽ കുമിഞ്ഞുകൂടിയ പാപക്കറകൾ നീക്കിയിട്ട് അല്ലാഹു നമ്മേക്ക് ഇത് ലോകത്തും വിജയിക്കുന്ന ഈമാൻ അധികാരപ്പെടുത്തി വിജയിപ്പിക്കുമാറാകട്ടെ. മരണം ഹൈറാകുമ്പോ മരണത്തിന് വേണ്ടി ഒഴിഞ്ഞു മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ വായിലൂടെ അല്ലാഹുവിനുള്ള പ്രാർത്ഥനകളിലൂടെ മുഴുവൻ വിഷമങ്ങളും എന്തൊക്കെ പറയാനുണ്ടോ, ഏതൊക്കെ ഭാഷയാണോ, എങ്ങനെ സാധിക്കുമോ അങ്ങനെയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിമിറ്റേഷനും ഇല്ല. എങ്ങനെയും പറയാം, എത്രയും പറയാം. ഒരാൾ 10 വട്ടം വിളിച്ച് നമുക്ക് ദേഷ്യം പിടിക്കും. അള്ളാഹ് അങ്ങനെയല്ല. അള്ളാഹനെ ഏറെ വിളിക്കുമ്പോ യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോ റബ്ബിന് ഇഷ്ടമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളൊരാൾ അബ്ദുറഹ്മാൻ 10 വട്ടം വിളിച്ച് നമുക്ക് ദേഷ്യം പിടിക്കും. നീ ഇങ്ങനെ എനിക്ക് പേരിടാ, എന്റെ വാപ്പ എന്നെ പേര് വിളിച്ചിട്ട് നീ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞ അങ്ങോട്ട് ദേഷ്യം പിടിക്കും അല്ലേ? എങ്കിൽ അള്ളാഹുവിനെ ഏറെ ഇഷ്ടമാണ്. മറ്റൊരു ഹദീസിൽ റസൂൽ പറയുന്നു, അള്ളാഹുവിനെ ഇഷ്ടമില്ല ദുആ ചെയ്യാത്ത ആളുകളെ. നമ്മളൊക്കെ പലപ്പോഴും പരാതി പറയും, എനിക്ക് ദുആ ചെയ്യേണ്ട രീതി അറിയില്ല, എങ്ങനെ ദുആ ചെയ്യുന്ന ഉസ്താദ് അറിയുന്നില്ല. എങ്ങനെ ദുആ ചെയ്താലും മതി, ഏത് ഭാഷയിലായാലും മതി. മനസ്സിന്റെ നല്ല ബോധത്തോടു കൂടെ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഭക്തിയോടുകൂടെ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരും. ആ ദുആ പരിശുദ്ധമാക്കപ്പെട്ട ഇബാദത്തിന്റെ മജ്ജയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ അനുസരിച്ച് ജീവിച്ച് പ്രാർത്ഥനയിലൂടെ ദുആയിലൂടെ എല്ലാം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ച് നമ്മൾ ആലോചിക്കണം. എല്ലാം ഒരാളോട് പറയാന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമാണ്. നമുക്കൊരുപാട് വിഷമങ്ങളുണ്ട്. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മനസ്സിന് വലിയ സമാധാനമായിരിക്കും അല്ലെ? അതുകൊണ്ട് ആ റബ്ബ് തആല 2 ചെവിയും 1 നാക്കും നൽകിയത്. ഒരുപാട് കേട്ടുകൊടുക്കണം, കുറച്ച് സംസാരിക്കണം. നേരെ മറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുക, ആരും കേട്ടുകൊടുക്കുകയില്ല. അങ്ങനെയല്ല വേണ്ടത്. എല്ലാവരുടെ വിഷമങ്ങളും കേട്ടുകൊടുക്കണം. അതിനാ 2 ചെവി. അല്പം സംസാരിക്കണം. അതേ പ്രകാരം നമ്മുടെ വിഷമങ്ങൾ പറയാൻ കഴിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം പറയാം, എങ്ങനെയും പറയാം. ആ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സാന്ത്വനം കരസ്ഥമാക്കി അതുവഴി അല്ലാഹുവിന്റെ അടുപ്പവും സാമീപ്യവും കരസ്ഥമാക്കി റബ്ബിന്റെ ഇഷ്ടദാസരാകാൻ നമ്മുടെ മുൻഗാമികൾ, പ്രത്യേകിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലവി അൽ മുൻഫറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ ആ പാത പിൻപറ്റിക്കൊണ്ട് നല്ലവരാകാൻ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദുആ ചെയ്യാം. നീട്ടിക്കൊണ്ടുപോകുന്നില്ല. കാരണം എന്നും നടക്കുന്ന വാദന്റെ സദസ്സാണ്. നീട്ടിയാതെ വലിയ വിഷമങ്ങൾ നമുക്കുണ്ടാക്കും. അതുകൊണ്ട് നമുക്കൊക്കെ ദുആ ചെയ്ത് ഏറെ ഉത്തരമുള്ള ഈ മജ്ലിസിൽ നിന്ന് വളരെ ആത്മാർത്ഥമായി ആയിരക്കണക്കിന്
ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടി ഈ വേദിയിൽ നിന്ന് ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ ലക്ഷക്കണക്കായ സ്വലാത്താണ് പരിശുദ്ധ റസൂലിന്റെ ഹദറത്തിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി മനസ്സൊന്ന് അല്ലാഹുവിലേക്ക് കേന്ദ്രീകരിച്ച്, പരിശുദ്ധ മുഹറമാണ്, അല്ലാഹു തആല ആദം നബിയുടെയും അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരുടെയും അവരിൽ വന്നുപോയ അബദ്ധങ്ങളൊക്കെ വിട്ടുകൊടുത്ത് മാപ്പ് ചെയ്ത് അവരെ സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ ചുരുങ്ങുകൊടുത്ത മാസമായ ഈ മുഹറം മാസത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട മഹാന്റെ ഹദറത്തിൽ വെച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഈ ദുആ അല്ലാഹു ഒരിക്കലും തട്ടുകയില്ല. അതുകൊണ്ട് ഒന്ന് മനസ്സ് വെച്ച്, നമ്മൾ ഈ മൻബറ മഖാമിന്റെ അങ്കണത്തിലാണ് ഒരുമിച്ചുകൂടിയതെങ്കിലും ദിൽ തോ ഹേ മദീനാമേ, നമ്മുടെ മനസ്സ് എപ്പോഴും മദീനയിലായിരിക്കണം. നാം ചെയ്യുന്ന ഏത് കാര്യവും റസൂൽ എന്ത് പറഞ്ഞു, റസൂലിന്റെ താല്പര്യമെന്ത് എന്ന് ചിന്തിച്ചും ചെയ്യേണ്ടവരാണ്. ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുമ്പെടുമ്പോഴും എന്താ റസൂലിന്റെ കൽപ്പന, എന്താ റസൂലിന്റെ ചര്യ എന്താണ് എന്ന് ചിന്തിച്ചും ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് ആ ഹബീബിനെ ഓർത്തുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട മൻബറ മഖാമിന്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് സ്വലാത്തുകൾ പ്രാപിക്കട്ടെ ഇലാ ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദറമൗത്തിൽ നിന്ന് വന്നുകൊണ്ട് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്റെ ഈ സയ്യിദ് അവറുകളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഹദറത്തിൽ ഒരുമിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ ഈ ദുആ ഒരു നിമിത്തമാകണം. അതുകൊണ്ട് ചൊല്ലു എല്ലാവരും സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്